നമ്മൾ അടുത്തതായിട്ട് ചൊല്ലിയാട്ടം ആരംഭിക്കുകയാണ്. ചൊല്ലിയാട്ടം സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ കെ ബി രാജാനന്ദനാണ്. 2007 ആദ്യത്തെ ഉത്സവം നടത്തുമ്പോൾ ഞങ്ങളുടേതായ രീതിയിൽ കളിക്കും മുമ്പും അല്ലെങ്കിൽ തായമ്പയ്ക്ക് മുമ്പും എല്ലാം ഞങ്ങൾക്കറിയാവുന്ന വിധത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കി. 2008 വന്നപ്പോഴത്തേക്കും അത് പോരാ എന്ന് തോന്നി. ഞങ്ങൾ നാട്ടിൽ നിന്ന് രാജാനന്ദനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുള്ള വീഡിയോസ് ഇട്ടു. കളിക്ക് മുമ്പ് രാജാനന്ദൻ്റെ വീഡിയോ ഇടും, കളിക്ക് ശേഷം ഇടാൻ പറ്റില്ലല്ലോ, കാരണം രാജാനന്ദൻ കളി കാണുന്നില്ലല്ലോ. അപ്പോൾ മുമ്പ് വീഡിയോ ഇടും. അങ്ങനെ 2008 കഴിച്ചു കൂട്ടി. അപ്പോൾ 2009 മീറ്റിങ്ങിൽ തീരുമാനിച്ചു ഇനി ഇതിന് ബഡ്ജറ്റ് ഇടുക തന്നെ. കാരണം ആ മുഖവര പറഞ്ഞത് അത്ര ഗംഭീരമായിട്ട് അസലായിട്ട് പറയുകയും ചെയ്തു, ആൾക്കാർക്കെല്ലാം വളരെയധികം അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, എന്തായാലും ഇനി രാജാനന്ദനെ കൊണ്ടുവരിക തന്നെ എന്ന് പറഞ്ഞിട്ട് 2009 മുതൽ ഞങ്ങളോടുകൂടെ രാജാനന്ദൻ സഹകരിക്കുന്നുണ്ട്. 1 വർഷം മാത്രം ഔദ്യോഗിക കാരണങ്ങൾ വരാൻ പറ്റിയില്ല. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ഇനി കളി നടത്തുമ്പോൾ അതിനു മുമ്പ് രാജാനന്ദൻ്റെ മുഖവര കേൾക്കാതിരിക്കാൻ പറ്റില്ല. രാജാനന്ദൻ പറയുന്നത് കളിയെപ്പോലെ തന്നെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുമാതിരി തന്നെ കളി കഴിഞ്ഞാലേ തായമ്പ കഴിഞ്ഞാൽ രാജാനന്ദൻ എന്താ പറയാൻ പോണേ നോക്കിയിരിക്കുകയാണ് ആൾക്കാരിവിടെ. അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കാരണം അതിന് ശേഷം അതങ്ങോട്ട് കേൾക്കാനുള്ള ഒരു സുഖം അതിപ്പോൾ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നലെ അവിടെ താഴത്ത് ഫുഡ് കോർട്ടിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് രാജാനന്ദനോട് ചോദിക്കണമെന്ന്, പഞ്ചവാദ്യത്തിന് വന്നില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു കുറവ് അവർ കണ്ടോന്നറിയില്ല. പക്ഷെ അവർ വന്ന് ചോദിച്ചു, ഒരാൾ ചോദിക്കണേ കണ്ടു, കേൾക്കുകയും ചെയ്തു. അപ്പോൾ രാജാനന്ദനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ല വാക്കുകൾക്ക് വെങ്കിക്ക് ആദ്യം നന്ദി. എന്തായാലും അതിലൊരു ശരിയുണ്ട്, എല്ലാ വർഷവും അങ്ങനെ വരാൻ സന്ദർഭം സിദ്ധിക്കുന്നു എന്നതൊരു മഹാഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറയേണ്ടത് കഥകളിയെക്കുറിച്ചാണ്. അതിലിപ്പോൾ എൻ്റെ ഒരാശങ്ക ആരെയാണ് ഞാൻ കഥകളി കാണാൻ ഇവിടെ പഠിപ്പിക്കേണ്ടത്? തമ്പുരാനെയോ അനിയേട്ടനെയോ രാമുവിനെയോ ദിലീപ് രാജയോ? ഞാൻ കുട്ടികളോടൊക്കെ പഠിപ്പിക്കുകയാണ് എന്ന രീതിയിൽ എൻ്റെ മുമ്പിൽ കുറേ കുട്ടികളാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാണ് സങ്കല്പിച്ച് മുമ്പിലേക്ക് നോക്കാതെ ചില കാര്യങ്ങളാണ് പറയാൻ പോവുകയാണ്. കഥകളി എന്ന വാക്കിനകത്ത് 2 വാക്കുണ്ട്. കഥ എന്നൊരു വാക്കുണ്ട്, കളി എന്നൊരു വാക്കുണ്ട്. ഇതിലേതാണ് പ്രധാനം എന്ന് ചോദിച്ചാൽ വിഷ്ണു എന്താണ് മറുപടി പറയുക? കഥയാണോ പ്രധാനം, കളിയാണോ പ്രധാനം എന്ന് ചോദിച്ചാൽ താങ്കളുടെ മറുപടി എന്താണ്? രണ്ടും പ്രധാനമാണെന്നാണ്. രാജാവ് എന്ത് മറുപടി പറയും? എന്ത് വേണമെങ്കിൽ മറുപടി പറയാം, എന്നാലും വെറുതെ ഇത് പറയുകയാണെങ്കിൽ കളിയാണ് പ്രധാനം. കളിയാണ് പ്രധാനം എന്ന അഭിപ്രായത്തോട് യോജിക്കുന്നവരോ വിയോജിക്കുന്നവരോ ഉണ്ടോ? യോജിക്കുന്നവരാണ്. വിയോജിക്കുന്ന ആരെങ്കിലും ഒന്ന് കൈവക്കാമോ? അല്ല, അത് ഞാൻ ഇപ്പോൾ ചോദിച്ചതിന് അർത്ഥമുണ്ട്. നമുക്ക് അങ്ങനെ ഒരു സങ്കല്പമുണ്ട്, കഥയറിഞ്ഞ ആട്ടം കാണണം. ഈ ആട്ടം കാണണമെങ്കിൽ പ്രധാനം കഥയറിയലാണ് എന്നൊരു വിശ്വാസം പാരമ്പര്യമായിട്ട് തന്നെ കഥകളി പ്രേക്ഷകർക്കിടയിൽ വന്നിട്ടുണ്ട്. കഥയറിയാതെ ആട്ടം കാണുക, ഇതിലൊരു പാതകഞ്ഞി എന്താണുള്ളത്? അപ്പോൾ കഥയറിയലും ആ കഥയുമായി ബന്ധപ്പെട്ട ഒരു അപഗ്രഥനവും ആസ്വാദനവുമാണ് പ്രധാനം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഇത് തകർത്തത് കുമ്മണി മാഷാണ്. കുമ്മണി വാസുദേവൻ നമ്പൂതിരിയുടെ പ്രബന്ധങ്ങളാണ് വാസ്തവത്തിൽ കഥകളിയുടെ സൗന്ദര്യശാസ്ത്ര സങ്കല്പനത്തിനൊരു അടിത്തറയുണ്ടാക്കിയത് എന്നാണ് എൻ്റെ വിശ്വാസം. കുമ്മണി വളരെ രസകരമായിട്ട് പറഞ്ഞു, കഥയറിയണം. ജ്യോതിഷം, തർക്കം, വ്യാകരണം, എല്ലാ അറിവും നല്ലതാണ് മനുഷ്യന്. അതേപോലെ കഥയും നല്ലതാണ്. പക്ഷെ കഥകളി കാണാതൊന്നും വേണ്ട. ജ്യോതിഷം അറിയണ്ട, തർക്കം അറിയണ്ട, കഥ അറിയണ്ട. കഥകളിയാണ് അറിയേണ്ടത്. ഇതിനകത്ത് ഉള്ളടങ്ങിയൊരു തൗര്യത്രികത്തിൻ്റെ സമവായമുണ്ട്. നടൻ്റെ പ്രവൃത്തിയും ഗായകൻ്റെ വാക്കും വാദകൻ്റെ ശബ്ദവും തമ്മിൽ ഇഴപ്പൊരുത്തം കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന വേറൊരു രസതന്ത്രമുണ്ട്. ആ തൗര്യത്രികത്തിൻ്റെ സമവായം, അതാണ് കഥകളിയിൽ അറിയേണ്ടത്, കഥയല്ല. കഥ
അപ്രധാനമാണ് എന്ന് കുമ്മണി മാഷ് സ്ഥാപിക്കുകയാണ്. ആ വഴിയെയാണ് ഞാൻ മാത്രമാവില്ല, പുതിയ തലമുറയിൽ കഥകളിയെ ശ്രദ്ധാപൂർവം ഗൗരവപൂർവം കണ്ട മഹാഭൂരിപക്ഷവും സഞ്ചരിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ കളി ആവുകയാണ് വേണ്ടത്, കഥയാവുകയല്ല. കളിയാവാൻ വേണ്ടി കുറേ സങ്കേതങ്ങൾ കഥകളി സ്വീകരിച്ചിരിക്കുന്നു. അതിലൊന്ന് മുദ്രാഭാഷയാണ്. അതെല്ലാവരും പറയാറുണ്ട്, കഥകളി പോലെ ചില്ലുകൾക്കും ചെറിയ പ്രത്യയങ്ങൾക്കും വരെ മുദ്രയുള്ള ഒരു ആംഗ്യഭാഷ ലോകത്ത് തന്നെ മറ്റെവിടെയും വികസിച്ചിട്ടുണ്ടാവാൻ ഇടയില്ല. നമ്മൾ കൂടിയാട്ടം എന്ന് പറയും, കൂടിയാട്ടത്തിൽ പോലും ചില മുദ്രകൾക്ക് ഇത്ര നിഷ്കർഷയില്ല. കഥകളിയെ പോലെ കൊണ്ട ആല് പോലത്തെ ഈ ചെറിയ പ്രത്യയങ്ങൾക്ക് വരെ മുദ്ര കൊടുക്കുന്ന ആ ഒരു വ്യവസ്ഥ ഇത്ര കൃത്യമായി പാലിക്കപ്പെടുന്നില്ല അവിടെ പോലും എന്നതാണ് യാഥാർത്ഥ്യം. ഇത് കഥകളിയുടെ ഒരു സൗഭാഗ്യമാണ്, ഈ ഒരു മുദ്രാഭാഷയുടെ സമ്പത്ത്. എത്ര മുദ്രയുണ്ട് എന്ന് കണക്കെടുത്തതും ഈ സംഘടനയുടെ കൂടെ നേതൃത്വത്തിൽ കാർലമുണയിൽ നടന്നപ്പോൾ 800-ലധികം മുദ്രകൾ കഥകളിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി. അത് രേഖപ്പെടുത്തിയ ഒരു ഡിക്ഷണറി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മഹാഭൂരിപക്ഷത്തിന് അറിയാം. ഈ മുദ്രകൾക്ക് ആധാരം എന്ത്? പലരും പെട്ടെന്ന് പറയും അടിസ്ഥാന മുദ്രകളുണ്ട് ഹസ്തലക്ഷണ ദീപികയിൽ, ആ മുദ്രകളെ സംയുതമായും അസംയുതമായും ഉപയോഗിച്ച് കഥകളിക്ക് മുദ്രകൾ ഉണ്ടാക്കി. തെറ്റ്. രണ്ട് നിലയ്ക്കാണ് തെറ്റ്. ഹസ്തലക്ഷണ ദീപികയിലുള്ള മുദ്രകൾ അതേപോലെയാണോ ഉപയോഗിക്കുന്നത്? ആണെന്ന് പറയാനാവില്ല. ഹസ്തലക്ഷണ ദീപികയിൽ ഇല്ലാത്ത മുദ്രകൾ കഥകളിൽ ഉപയോഗിക്കുന്നില്ലേ? സമൃദ്ധമായുണ്ട്. ഇപ്പൊ തൃശൂലം എന്ന മുദ്ര എങ്ങനെയാണ് കാണിക്കുക? അതിൽ ആ 3 വിരൽ പിടിച്ച മുദ്ര നമ്മൾ അടിസ്ഥാന മുദ്രകളിലില്ല. നമ്മളിടയ്ക്ക് ഞാൻ കലാകാരന്മാരെ പരിചയപ്പെടുത്തുകയും ചെയ്തില്ല, ഞങ്ങൾ കിടക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ കുറേ അടിസ്ഥാന മുദ്രകളിലല്ലാത്ത മുദ്രകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ഉള്ളവയിൽ തന്നെ പലതും ആകൃതി വ്യത്യാസം വരുത്തുകയും ചെയ്യുന്നു. പൂർണ്ണനാഭം എന്ന മുദ്ര പിടിക്കാൻ കടലിൽ പഠിപ്പിക്കുന്ന രീതി എന്താണ് ആദിത്യ? ഇതാണ്. ഇത് ചെറിയൊരു കല്ല് എന്ന് കാണിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ എന്താ കാണിക്കുക? അങ്ങനെ കാണിക്കും. അപ്പോൾ അത് 2 വിരലും അടങ്ങിയിട്ടുണ്ട്. അത് പൂർണ്ണനാഭത്തിൻ്റെ ഘടനയുള്ളതല്ല. ചെറിയ കല്ലാണെങ്കിലോ അപ്പോൾ അതെന്താ ചെയ്യുക? അത് പെട്ടതല്ല, വേറൊരു മുദ്രയാണത്. അർജുനൻ എന്ന മുദ്ര കാണിക്കുന്നത് നമ്മൾ, അത് ഇതിലേത് മുദ്രയാണ്? 24 മുദ്രകളിൽ ഒന്നുമല്ല. എത്രയോ മയിൽ എന്ന മുദ്ര കാണിക്കുന്നു, അതിലേത് മുദ്രയാണ്? ഇതൊന്നുമല്ല. ഇഷ്ടം പോലെ കഥകളിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഈ അടിസ്ഥാന 24 മുദ്ര തികയാതെ വരും. അപ്പോൾ അതല്ല അടിസ്ഥാനം. പിന്നെ എങ്ങനെയാണ് മുദ്രകൾ രൂപപ്പെട്ടത്? ആദ്യത്തെ 1 മിനിറ്റ് കൂടി സഹായിക്കുക. തൊഴുതുല്ലോ, ആദിത്യനെ പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മൾ കുറേ ആംഗ്യങ്ങൾ കാണിക്കാറുണ്ട്, അതൊരു മാതൃകയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഒരാംഗ്യവും കാണിക്കാറില്ലാത്ത ആളാണെന്ന് പറയുമ്പോൾ ഞാൻ അറിയാതെ കയ്യിൽ നിന്ന് ഇങ്ങനെയാവും. എൻ്റെ ഭാഷയ്ക്ക് ഒരു ശക്തി കിട്ടാനോ കുറേ കൂടി വ്യക്തമായി സംവദിക്കാനുള്ള ഒരു കരുത്ത് ഭാഷയ്ക്ക് ലഭിക്കാനോ ഒക്കെയായി ധാരാളം ആംഗ്യങ്ങൾ നമ്മൾ കാണിക്കാറുണ്ട്. ഒന്ന് പട്ടികപ്പെടുത്താൻ ശ്രമിച്ചാൽ നമുക്ക് ഓർമ്മിച്ചെടുക്കാനാവും. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൈ അറിയാതെ ഇങ്ങോട്ട് വരുന്നു. നീ എന്ന് പറയുമ്പോൾ കൈ മുന്നിലേക്ക് ചൂണ്ടപ്പെടുകയും ചെയ്യുന്നു. അവിടെ, ഇവിടെ, ഇല്ല, പോയി, വരാം, നമ്മൾ കാണിക്കാറുള്ള മുദ്രകളല്ലേ? ഇത് തന്നെയാണ് കഥകളി മുദ്ര. പക്ഷെ അത് കഥകളി മുദ്രയാക്കി മാറ്റുക എന്നൊരു ഒരു പ്രോസസ്, ഒരു പ്രവർത്തനം നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ആ കൈശികി വൃത്തി, അതാണ് സൗന്ദര്യവൽക്കരണം അല്ലെങ്കിൽ ശൈലീവൽക്കരണം എന്ന വാക്കുകൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 ദിവസം മുമ്പ് മോഹിനിയാട്ടത്തിൻ്റെ ഡെമോൺസ്ട്രേഷനിൽ ശൈലിയും ശൈലീവൽക്കരണവും രണ്ടാണ്. ശരിയാ? ശൈലീവൽക്കരണം ഈ ആംഗ്യങ്ങളെ കഥകളിയുടേതായ ഭാഷയിലേക്ക് രൂപാന്തരപ്പെടുത്തുക എന്നതാണ്. ഇപ്പോൾ ചില ഉദാഹരണത്തിന് തന്നെ പറയാം ഞാൻ. ഇപ്പം കഷ്ടം എന്ന മുദ്ര, കഷ്ടം എങ്ങനെയാണ് കാണിക്കണ്ടേ? നമുക്കറിയാം കഷ്ടം എന്ന് കാണിക്കുന്നൊരു വഴിയുണ്ട്.
കാണിക്കും. അത് തന്നെ കറക്റ്റ്. ആ വാക്ക് പോലും മുദ്ര അറിയില്ലല്ലോ. കഷ്ടം എന്നുള്ള മൂക്കത്ത് വിരൽ വെച്ചല്ലേ കാണിക്കണ്ടേ? കഥകളി മുദ്രയിൽ കഷ്ടം എന്നതാണ് മൂക്കത്ത് ആദ്യം വെറുതെ കാണിക്കുന്നതാണ്. ആ രണ്ടാമത്തെ പ്രോസസ്സ് രണ്ടാമത്. ഇത് ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഒരു വ്യക്തമായ ഹസ്തചലന വ്യവസ്ഥ അതിലേക്ക് ഈ കഷ്ടത്തിലൂടെ ചേർക്കുന്നു. ഒന്നാമത്തെ വളർച്ച എന്താണ്? ഈ കഷ്ടത്തെ ഇങ്ങനെ ആകൃതിയുള്ള ഒരു കഷ്ടം, ഞാൻ കാണിച്ച പോലെ അല്ല കേട്ടോ, ആദ്യത്തെ കാണിച്ച പോലെ ആകൃതിയുള്ള ഒരു കഷ്ടമായി മാറുന്നു. ഇതിവിടെ വിടുക മാത്രമല്ല ചെയ്യുന്നത്, അവിടെ ഒരു തികവുണ്ട്, കാണിക്കാം. അതുകൊണ്ടായില്ല. ഈ ഹസ്തചലനത്തിന് യോജിക്കുന്ന രീതിയിൽ ഒരു ദൃഷ്ടിചലനം അതിൻ്റെ ഭാഗമായി ഉൾച്ചേർക്കപ്പെടുന്നു. കണ്ണിനുകൊണ്ട് ചെയ്യാൻ ആ കൈ ചുഴുപ്പെടുക്കുമ്പോൾ കണ്ണ് വെറുതെ ഇരിക്കുന്നില്ല. ആ ഹസ്തചലനത്തോടു കൂടി മറ്റൊരു ചലനം കൂടി ചേർത്തു, ദൃഷ്ടി. ഇതുകൊണ്ടായില്ല. ആ ചെയ്യുന്ന മുദ്രയ്ക്ക് യോജിക്കുന്ന രീതിയിൽ ഒരു ചലനം രൂപപ്പെടുന്നു. ഒന്നുകിൽ വട്ടം വെച്ചോ, അല്ലെങ്കിൽ എങ്ങനെയാ നല്ലത്, കാല് കൂട്ടിയിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പതുക്കെ വരാം. മുദ്ര കാണിക്കുന്നതിൻ്റെ വ്യാകരണത്തിലേക്ക് പതുക്കെ വരാം. കാല് കൂട്ടിയിരുന്ന ഒരു പ്രത്യേക ശരീരഭാഷ സ്വീകരിച്ചുകൊണ്ടാണ് കഷ്ടം എന്ന മുദ്ര കാണിക്കുന്നത്. 3. 4. ഈ കഷ്ടം കഷ്ടമാവണമെങ്കിൽ തീർച്ചയായും വേണുവിൻ്റെയും അനീഷിൻ്റെയും ഒരു പിൻബലം കൂടി വേണം. കഷ്ടം എന്നൊരു മുദ്ര താളത്തിൻ്റെ പിൻബലത്തിൽ മേളത്തിൻ്റെ സഹായത്തോടു കൂടി നിയതമായ ഹസ്തചലന ദൃഷ്ടിചലന വ്യവസ്ഥയോടുകൂടി ചെയ്യുമ്പോൾ ഒരു മുദ്ര രൂപപ്പെടുന്നത് കാണാൻ നമുക്ക് കഷ്ടം തന്നെ തുടങ്ങാം. നമുക്ക് അങ്ങനെയാണ്. ഒരാംഗ്യം മുദ്രയായി രൂപാന്തരപ്പെടുന്നത് എങ്ങനെ എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനീ പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ സ്വീകരിക്കപ്പെട്ട കഥകളി മുദ്രയായി രൂപാന്തരപ്പെട്ട പലതും വ്യാവഹാരിക ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആംഗ്യങ്ങളാണ് എന്നതാണ് ആദ്യം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. വേറെ എത്രല്ല വാക്കുകളുണ്ട് അങ്ങനെ. ഇപ്പം നീ എന്ന് മുദ്ര കാണിക്കുന്നത് എങ്ങനെയാണ്? നീന്ന് ഒന്ന് ഇങ്ങനെ കാണിക്കൂ. ഒരു സമനായിട്ടുള്ള ആളോടാണെങ്കിൽ നീ അങ്ങനെ കാണിക്കാം. ബഹുമാനപൂർവം അവിടുന്ന് എന്നാണെങ്കിൽ ഈ നീയുടെ ഭാഷയ്ക്ക് അല്പം മാറ്റം വരും. 2 കൈയും ചേർത്ത് ഒരു നമസ്കാരത്തോടെ അങ്ങ് അവിടുന്ന് എന്നാവും. ദേഷ്യമുള്ള ശത്രുക്കളാണെങ്കിൽ ഈ നീയുടെ ഭാഷ ഇപ്പൊ കൊണ്ടുള്ള 2 കൈയും കൂപ്പിയാവില്ല. മറിച്ച് ആ നീ, ഞാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നു, ചില എല്ലാ വാക്കുകൾക്കും ഒരു മിനിറ്റ്, ഞാൻ ഒരു ചെറിയ കഥ പറയട്ടെ. തൃശ്ശൂർ വെച്ചിട്ട് ഒരു കഥകളി ചർച്ചയ്ക്കിടയിൽ KP ശങ്കരൻ മാഷ്, സാഹിത്യ നിരൂപകൻ, പറഞ്ഞു, വള്ളത്തോളിൻ്റെ അന്തഃപുരഗമനത്തിലെ പദ്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കുമ്പോൾ ഇത് കൃഷ്ണൻ നായർ ആശാൻ ആടാൻ വേണ്ടിയാണ് മഹാകവി എഴുതിയത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിലൊരു ശ്ലോകം, എൻ്റെ കൈ കൊണ്ട് ഞാൻ കടപറിച്ചിട്ടൊരു വെള്ളാനദന്തത്താൽ എന്നൊരു പ്രയോഗമുണ്ട്. കടപറിച്ചിടുക, കൊമ്പ് പറിച്ചെടുത്തു എന്നല്ല പറഞ്ഞേ, വള്ളത്തോൾ എഴുതിയ വാക്ക് കടപറിച്ചിട്ട. ഈ വാക്കിൻ്റെ ശക്തി എങ്ങനെയാണ് മുദ്രയിലൂടെ കഥകളി കലാകാരൻ ആവിഷ്കരിക്കുക എന്നത് എൻ്റെ എന്നത്തെയും സംശയമാണ്. ഞാൻ തിരിച്ചൊരു ആ ഒരു ചോദ്യം അങ്ങോട്ട് ഉന്നയിച്ചു. കടപറിച്ചിടുക എന്നത് ദൃശ്യവൽക്കരിക്കാൻ കവിയേക്കാൾ ചിലപ്പോൾ കലാകാരന് സാധിക്കും. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, കഥകളി കലാകാരൻ കാണിക്കുന്ന ചില മുദ്രകൾക്ക് തുല്യമായൊരു മലയാളം വാക്ക് മഹാകവി വള്ളത്തോളിന് ഇങ്ങോട്ട് നിർദ്ദേശിക്കാനാവുമോ? ഞാനൊരു ഉദാഹരണം പറയട്ടെ, ഒന്ന് കാണിച്ചു തുടങ്ങിയാലോ നമുക്ക്. എന്താണ് നമ്മളെങ്ങനെ കാണിക്കുക? എന്തെന്ന് കഥകളിയിൽ കാണിക്കുന്നത് എങ്ങനെയാണ്? ഒരു വ്യത്യാസമില്ല. അതിന് ഈ നേരത്തെ പറഞ്ഞ ശൈലീവൽക്കരണം നടത്തി എന്നതൊഴിച്ച് മറ്റു വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയല്ല ഈ എന്ത് വരിക, ആര്, എന്ത് എന്നൊക്കെ ഉള്ളതിന്. നരകാസുരൻ, ഇന്നലെ സോമന്റെ വേഷം നമ്മൾ കണ്ടു. ഇവളെ ഇപ്രകാരം ചെയ്തത് ആര് എന്ന് ചോദിക്കുന്നുണ്ട്.
ഒന്ന് കാണിച്ചാലോ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ? ആ മേളം കൂടി വേണം, എന്നാലും ആരെന്താന്ന് വ്യക്തമാവും. ഒരു മലയാളം വാക്ക് പറയൂ, ഈ ആരിന് തുല്യമായി. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിൽ നമുക്കൊരു വാങ്മയത്തിലൂടെ ഈ വിസ്തൃതിയെ, ഈ ഗരിമയെ, ഈ ആഴത്തെ, ഈ പരപ്പിനെ നിർമ്മിച്ചെടുക്കാനാവില്ല. അതിന് മീതെയാണ് പലപ്പോഴും ദൃശ്യത്തിൻ്റെ ഭാഷ എന്നതിന് വേണ്ടിയാണ് ഞാനിത് ഉദാഹരിച്ചത്. ശരിയാണോ? ഉദാഹരണം ശരിയല്ലേ? ഈ ആര് എന്നത് കാണിക്കുന്നത് പോലെ എത്ര അമർത്തി വാക്കുച്ചരിച്ചാലും ഒരാര് ഭാഷ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനാവില്ല. വേറൊരു ഉദാഹരണം, ഇപ്പം നീ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്ന് മുദ്ര കാണിക്കുമ്പോൾ, ഞാൻ എങ്ങനെയാണ് കാണിക്കണ്ടേ? സംശയമില്ലല്ലോ, അത് തന്നെയാണ് ഞാനിൻ്റെ മുദ്ര. സന്ദർഭോചിതമായിട്ട് മാറും. അടിയൻ എന്നാവേണ്ടി വരുമ്പോൾ ആ വിനയം മുദ്രയിൽ ഉള്ളടങ്ങുകയാണ്. അല്പം അഭിമാനത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ ശത്രുവിന് മുമ്പിൽ ഞാൻ എന്ന് പറയേണ്ടി വരുമ്പോൾ ഇതല്ല, അത് വേണു കൂടി സഹായിച്ചാലേ ആ മുദ്ര ഉണ്ടാവുള്ളൂ. ഇതാണ് വാക്കുകളുടെ പൊതുരീതി. ഇപ്പോൾ പോവുക എന്ന് നമ്മൾ പറയാറുള്ള മുദ്ര തന്നെയാണ്. എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ പോട്ടെ എന്ന് മനസ്സിലാവുന്നു. ഈ വാക്ക് ഞാൻ ഈ കാണിക്കുന്ന ആംഗ്യം കൊണ്ട് പോവുക എന്ന് പറയും. ഈ പോവൽ തന്നെയാണ് വിപുലപ്പെടുത്തി വട്ടം വെച്ച് കാണിക്കുന്നതിന് മുദ്രയായി വികസിപ്പിച്ചെടുത്തത്. ഒന്ന് കാണിച്ചാലും നമുക്ക് പോവുക എന്നുള്ള മുദ്ര. നമ്മൾ നേരത്തെ കണ്ട പോവൽ തന്നെയാണ് അതിന് ശൈലീവൽക്കരണത്തിലൂടെയും ഈ നേരത്തെ പറഞ്ഞ അനുസാരികളുടെ മേളനം കൊണ്ടും ഉണ്ടാക്കിയ മാറ്റമാണ് ഈ കഥകളി മുദ്രയുടെ ആധാരം എന്നർത്ഥം. ഇങ്ങനെ ഇനിയും ഒരുപാട് വാക്കുകളുണ്ട്. ഇപ്പം എല്ലാം ആംഗ്യങ്ങൾ കൊണ്ട് മാത്രം അത്രയേറെ ആംഗ്യങ്ങൾ നമുക്കില്ല. ഈ പോവുക എന്നുള്ളതിനുണ്ട്, വരിക എന്നുള്ളതിനുണ്ടാവാം. ഞാൻ, നീയ്, അവൻ, വേണ്ട, അരുത്. വേണ്ട നമ്മൾ മുദ്ര കാണിക്കാറുണ്ട്. ഇത് തന്നെ അവിടെ കാണിക്കപ്പെടുന്ന മുദ്ര. അരുത് അല്ലെങ്കിൽ വേണ്ട ഇല്ല എന്നൊന്ന് കാണിച്ചു. രണ്ട് കൈ കൊണ്ടാവാൻ ചിലപ്പോൾ, രണ്ട് കൈ കൊണ്ടൊന്നും കാണിച്ചു. ഈ പറഞ്ഞ മാറ്റം മാത്രമേ ഉള്ളൂ. ആ ആംഗ്യത്തെ കഥകളീയമായ ഒരു മാറ്റം വരുത്തി എന്ന മാറ്റം, അത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കുറേ ആംഗ്യങ്ങൾ ഉപയോഗിച്ചു. ഇതുകൊണ്ട് തികയില്ല. മറ്റു സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു തന്ത്രം ചിത്രം വരച്ച് കാണിക്കുക. ചിത്രം വരച്ച് കാണിക്കാൻ പേനയും കടലാസും ഒന്നുമില്ല. കയ്യിലുള്ളത് രണ്ട് കൈ മാത്രമാണ്. ഈ കൈ കൊണ്ട് ചിത്രം വരയ്ക്കുന്നു ശൂന്യാകാശത്തിൽ. അങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഇപ്പോൾ വീട് എന്ന് കാണിക്കേണ്ടി വരികയാണെങ്കിൽ മുദ്ര നോക്കൂ, ചിത്രം വരയ്ക്കിയതിനല്ലേ നടൻ ചെയ്യുന്നത്. വീട് എന്നല്ലാതെ മറ്റൊന്നുമാണെന്ന് തോന്നുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കാം, പുഴ എന്ന് കാണിക്കേണ്ടി വരികയാണെങ്കിൽ, കഥകളി അറിയാത്തവരെ പറയാവൂ കേട്ടോ, പുഴ എന്ന് കാണിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണ് ആംഗ്യം വരിക? കാണിച്ച് ശരിയാതെ. പുഴ നമ്മുടെ മുദ്ര എങ്ങനെയാണ്? ഇത് തന്നെയാണ് പുഴ. തീയ എന്ന് കാണിക്കേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ ഭാവം അതൊന്നും കാണിക്കും. മുദ്ര അറിയണവർ കാണിക്കരുത് കേട്ടോ, അതൊരു പ്രശ്നമാണ്. തീയെന്ന് കാണിക്കുന്ന വിഷ്ണു കാണിക്കും, ഇല്ല എന്നാലും കാണിക്കൂ. തീയെന്ന് കാണിക്കും. ഏട്ടനോട് ചോദിക്കും, ഏട്ടന് മുദ്ര അറിയില്ല എന്നല്ല വിശ്വാസം. ബാബുടെ നമുക്ക് അത് കറക്റ്റ്. ഒന്ന് മുദ്ര ഒന്ന് കാണിക്കുക ആദിത്യ. ഒന്ന് വേണു ഒന്ന് സഹായിക്കൂ. നമ്മുടെ മനസ്സിലുള്ള ചിത്രമായിട്ട് വ്യത്യാസമില്ല. മഴ എന്ന് ഞാൻ കാണിക്കുകയാണ്. മഴ സമ്മതിക്കുമോ?
എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മഴ എന്നിങ്ങനെ കാണിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? എങ്ങനെ കാണിക്കുന്നത്? രാമു കാണിക്കണ്ടേ? മഴ എങ്ങനെ കാണിക്കണ്ടേ? ആദ്യത്തെ കാണിക്കൂ. വല്ല വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ? ഇത് തന്നെയല്ലേ കാണിച്ചത്? ഇത് തന്നെയല്ലേ മഴയ്ക്ക് മുദ്ര കാണിച്ചത്? ഇത് ചിത്രം വരയ്ക്കുക തന്നെയാണ്. ഇപ്പൊ പുഴ അല്ലെങ്കിൽ മഴ അല്ലെങ്കിൽ തീയ് വീട്. ഇനി ചിലപ്പോ മുദ്ര കൃത്യമായ ചിത്രം വരെ ആവുന്നത് എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ തലമുടി എന്ന മുദ്ര നല്ലൊരു ഉദാഹരണമാണ്. തലമുടി മുദ്ര എങ്ങനെ കാണിക്കുക നമ്മൾ? ഇത് പക്ഷേ ഇപ്പൊ മനസ്സിലാവില്ല, കാരണം അത്ര നീളമുള്ള മുടിയൊന്നും അല്ല ഇപ്പൊ മലയാളികൾക്കൊന്നും ഉള്ളത്. എന്നാലും തലമുടിയാണെന്ന് തോന്നി കണ്ടപ്പോ. കണ്ണ് എന്ന് കാണിക്കുമ്പോഴോ? കണ്ണ് എന്നെങ്ങനെ കാണിക്കാം? മൂക്ക് എന്ന് വേണമെങ്കിലോ? ചുണ്ട് എന്നാണെങ്കിൽ? മുഖം എന്നാണെങ്കിൽ? ശിരസ് എന്നാണെങ്കിൽ? ശരീരം എന്നാണെങ്കിൽ? കയ്യ് എന്നാണെങ്കിൽ? വ്യക്തം തൊട്ട് കാണിക്കുക, അല്ലെങ്കിൽ ആ ചിത്രത്തെ അങ്ങോട്ട് വ്യക്തമാക്കുക. പലപ്പോഴും വരച്ച് കാണിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയും കുറെ മുദ്രകളുണ്ട്. അങ്ങനെ കൃത്യമായി വരയ്ക്കാനാവാത്ത രീതിയിൽ ചില വാക്കുകളുണ്ട്. അപ്പോൾ പ്രസിദ്ധമായ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ചിത്രത്തെ ഒന്ന് പുനർനിർമ്മിക്കുക എന്നതാണ് വഴി. ഞാനൊരു ഈ മുദ്ര ഒന്ന് കാണിക്കും. അതാരാണെന്നുള്ള സംശയമുണ്ടോ? അതെന്തുകൊണ്ടാണ്? ശ്രീകൃഷ്ണൻ എന്ന വാക്കുമായി നമ്മൾ ഏറ്റവും കോറിലേറ്റ് ചെയ്യുന്നത് ഈ ഓടക്കുഴൽ പിടിച്ച രൂപമായതുകൊണ്ട് ആ ചിത്രത്തെ കഥകളി മുദ്രയായി സ്വീകരിക്കുന്നു. കഥകളി മാത്രമല്ല, എല്ലാ കലാരൂപങ്ങളിലും കൃഷ്ണന്റെ മുദ്രയ്ക്ക് സമാനത ഉണ്ടാവാം. അപ്പോൾ ശ്രീരാമൻ എന്ന് കാണിക്കേണ്ടി വരികയാണെങ്കിൽ എന്താണ് വേണ്ടി വരിക? ഇത് ഓടക്കുഴൽ കൊണ്ട് രക്ഷപ്പെടും. ശ്രീരാമനാണെങ്കിൽ ശൈലജ എന്തോ പറഞ്ഞു, ഉറക്കെ പറയും, അമ്പും. എന്താ ചെയ്യുന്ന ശ്രീരാമന മുദ്രയ്ക്ക്? അമ്പും വില്ലും തന്നെ. ഇതാണ് ശ്രീരാമൻ. എന്താണ് കേട്ടില്ല? അത് നിവൃത്തിയില്ല. അപ്പൊ വില്ലാണെന്ന്, പക്ഷെ അത് ചിലത് നിവൃത്തിയില്ല. വില്ല് വില്ലാണെന്ന് എഴുതണം. വെരി ഗുഡ്. ശ്രീരാമൻ എന്ന് കാണിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അമ്പും വില്ലും പിടിച്ച ഈ രൂപം തന്നെയാണ് മുദ്രയായി ഉപയോഗിക്കുന്നത്. ചിലപ്പോ ചില മുദ്രകൾ രൂപപ്പെടുത്തിയത് ഒരു യുക്തിപൂർവമാവാം. ഒരു ഉദാഹരണത്തിന്, കാമദേവൻ എന്നത് മകരമത്സ്യം കൊടിക്കൂറയായുള്ളവനാണ്. മത്സ്യമാണ് കൊടിക്കൂറ. അപ്പൊ മത്സ്യവും പതാകയും ചേർന്നാൽ കാമദേവന് മുദ്രയായി. പതാക എന്നുള്ള കൊടിയെ സൂചിപ്പിക്കുന്നു. മത്സ്യം എങ്ങനെ കാണിക്കുക? നമ്മൾ എല്ലാവർക്കും അറിയാം മത്സ്യം എന്ന് കാണിക്കേണ്ട രീതി. എല്ലാവരും കുട്ടികളും വരെ കാണിക്കുന്ന മുദ്രയാണ് മത്സ്യത്തിന്. ഇത് ഈ മത്സ്യം തന്നെ, മത്സ്യത്തിന് താഴെ ഒരു വ്യത്യാസമുണ്ട്, പതാക ചേർക്കും. ആ വിരൽ മടക്കുന്നതോടുകൂടി കാമദേവനായിട്ട് അത് രൂപപ്പെടുന്നു. ശിവൻ മാനും മഴുവും ചേർത്തൊരു രൂപമാണ് ശിവന്റെ മുദ്രയായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണം. മാനും മഴുവും ധരിച്ചവനാണ് ശിവൻ. അവ മാനും മഴുവും ചേർത്ത് ശിവന് മുദ്ര ഉണ്ടാക്കി. ശിവന്റെ മുദ്ര കഥകളിയിലെ ഹസ്തരക്ഷ പ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഭരതനാട്യക്കാർ ചെയ്യുന്ന ശിവൻ ഇങ്ങനെയല്ല. ശിവന്റെ മുദ്ര ഭരതനാട്യത്തിന്റെ രീതിയിൽ ചെയ്ത് കാണിക്കാൻ അറിയാമോ? മോഹിനിയാട്ടക്കാരൊക്കെയും ശിവന് മുദ്ര ഇതാണ് അവലംബിക്കുന്നത്. മറ്റൊരു വ്യത്യാസം, ഭരതനാട്യത്തിലെ മുദ്ര അല്ലെങ്കിൽ ഭരതനാട്യശാസ്ത്രത്തിലെ മുദ്ര ഇതല്ല. ഇതുപോലെ ഇപ്പൊ ഇന്ദ്രൻ എന്നാവുമ്പോൾ ഇന്ദ്രന്റെ ശരീരത്തിന് മുഴുവൻ കണ്ണാണുള്ളത്. അതേപോലെ ഇന്ദ്രന്റെ കയ്യിൽ എപ്പോഴും വജ്രായുധമുണ്ട്. ഈ വജ്രായുധത്തെയും കണ്ണിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഇന്ദ്രന് ഒരു മുദ്ര നിർമ്മിച്ച് കഥകളി നൽകിയിട്ടുള്ളത്. ഇന്ദ്രൻ എന്ന് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഭാഗത്ത് കണ്ണാണ്, മറ്റൊന്ന് രാജാവാവണമെങ്കിൽ ഒരു കിരീടം വയ്ക്കലാണ് രാജാവിന് പ്രധാനം. ഈ കിരീടം വാസ്തവത്തിൽ തലയുടെ ചുറ്റും മാത്രമേ വയ്ക്കുള്ളൂ. അതിന് മുദ്രയായി മാറ്റിയപ്പോൾ കഥകളി രാജാവിനെ കുറെ കൂടി വിപുലപ്പെടുത്തി.
രാജാവ് എന്നുള്ള മുദ്ര കാണിക്കുന്ന രീതി ഇതാണ്. ഈ മുദ്ര ഞാൻ ഇതിനു വേണ്ടി ഇതിന് കൗതുകരമായ വേറൊരു കാര്യം സ്ത്രീ മുദ്രയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളാണ്. കടകം എന്ന് ശാസ്ത്രലക്ഷ്മി ദീപികയിൽ പറയുന്ന അടിസ്ഥാന മുദ്രകളിലൊന്നായ കടകം എന്ന മുദ്ര. കടകം ഒന്ന് പിടിച്ചു നോക്കാമോ എല്ലാവർക്കും? ആദ്യം പഠിപ്പിക്കും. ഈ വിരളൻ ആദ്യം അടക്കുന്നു, എന്നിട്ട് ഇതും കൂടി താഴ്ത്തുന്നു. പിടിച്ചു നോക്കൂടെ? കടകം ആദ്യം ചെയ്ത പോലെ ഭംഗിയാക്കണമെന്ന് ശാഠ്യം പിടിച്ചിട്ട് കാര്യമില്ല. അത് അദ്ദേഹം അനവധി വർഷം അഭ്യസിച്ച് നന്നാക്കിയെടുത്തതാണ്. നമ്മളൊക്കെ നമ്മുടെ രീതിയിൽ പിടിക്കാം. ഈ മുദ്ര പെണ്ണ് എന്ന് കാണിക്കേണ്ടി വരുമ്പോൾ ഒരു പെണ്ണ് എന്ന് മാത്രം ഒന്ന് മുദ്ര കാണിക്കും. ഒരു പെണ്ണ് എന്ന സന്ദർഭത്തിൽ വരുന്ന ഈ മുദ്ര, ഈ പെണ്ണിനെ സുന്ദരിയാക്കണമെങ്കിൽ സുന്ദരി എന്നൊരു മുദ്രയുണ്ട്. പെണ്ണ് ഒരു ഭാഗത്ത്, അത് ആ ഒരു കയ്യിൽ പെണ്ണും മറ്റൊരു ഭാഗത്ത് ആ സൗന്ദര്യവും ചേർത്തുകൊണ്ടാണ് സുന്ദരി എന്ന മുദ്ര ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ സ്ത്രീ മുദ്ര മറ്റു പലതിൻ്റെയും സ്ത്രീലിംഗം കൂടി ഉപയോഗിക്കുകയാണ്. ഇപ്പം നേരത്തെ നമ്മൾ ഇന്ദ്രൻ എന്ന് മുദ്ര കണ്ടു. എങ്ങനെയാണ് കണ്ടതെന്ന് ഓർമ്മയുണ്ടോ? ഒരു കയ്യിൽ കണ്ണും ഒരു കയ്യിൽ വജ്രവുമായിട്ട് ഇന്ദ്രൻ. ഇന്ദ്രാണി എന്ന് കാണിക്കേണ്ടി വരികയാണെങ്കിൽ സൗകര്യപൂർവം ആ മുദ്രയെ ഒന്നിനെ കടകമാക്കുകയേ വേണ്ടൂ, ഒന്നിനെ സ്ത്രീ മുദ്രയാക്കിയാൽ മതി. തിരിച്ചും ഇപ്പൊ പാർവതി എന്ന് കാണിക്കുന്ന ശിവന്റെ മുദ്ര നമുക്ക് ഓർമ്മയുണ്ട്. ശിവൻ മാനും മഴുവും ചേർത്താണ്. പാർവതി എന്ന് കാണിക്കേണ്ടി വരുമ്പോൾ ആ മാനിനെ സൂക്ഷിക്കും, മറ്റേ കയ്യിൽ സ്ത്രീമുദ്ര ചേർക്കുന്നു. അപ്പൊ ശിവൻ സ്ത്രീലിംഗം, പാർവതി എന്ന അർത്ഥമാവുന്നു. ഇന്ദ്രൻ സ്ത്രീലിംഗം, ഇന്ദ്രാണി എന്നാവുന്നു. ഇതാണ് മറ്റൊരു തന്ത്രം, സ്ത്രീ ചേർക്കുക എന്നത്. മുദ്രകളെ ഇങ്ങനെ പറഞ്ഞാൽ അനവധി പറയാം. ഒരുപാട് മുദ്രകളുണ്ട്. അത് മുഴുവൻ രൂപപ്പെട്ടത് എങ്ങനെ എന്ന പശ്ചാത്തലവും ആലോചിച്ചു പോകേണ്ടതാണ്. ഇതിൻ്റെ അടുത്തൊരു ഘട്ടം ഒരു ഇളകിയാട്ട ക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. നിയതമായ പാദശരീര ചലന വ്യവസ്ഥ ഓരോ മുദ്രയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇത് കളരിയിൽ വിദ്യാർത്ഥി അഭ്യസിക്കുന്നു. എന്നിട്ട് ഒരു പദം ആലപിക്കപ്പെടുകയാണെങ്കിൽ അതിലെ താളാംഗ ഘടനയോട് സമരസപ്പെടുത്തിക്കൊണ്ട് ഈ മുദ്രയുടെ ദൈർഘ്യത്തെ നിർണയിച്ച് നടൻ ഈ മുദ്രകൾ ഓരോന്നായി പൂർത്തിയാക്കുന്നു. ഇതാണ് കഥകളിയിലെ ചൊല്ലിയാണ്. ഇപ്പം കഥകളിയിലെ നൃത്ത ഘടകം എന്ന് പറയുന്നത് കലാശങ്ങൾ, ഇരട്ടികൾ, അടക്കങ്ങൾ, തോങ്കാരങ്ങൾ എന്നുള്ളത് മാത്രമല്ല, ഓരോ മുദ്രയുടെ ആവിഷ്കാരവുമായി ബന്ധപ്പെട്ട ഒരു നൃത്ത ശകലം നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ആധാരം ആ മുദ്രയുടെ ആവിഷ്കാരത്തിന് വേണ്ടി കളരിയിൽ പഠിപ്പിച്ച ഒരു വഴിയാണ്. ഒരു 8 തരം എന്ന് പറഞ്ഞൂടെ ആദ്യം തരത്തിലാണ് പൊതുവെ മുദ്രകൾ കാണിക്കാനുള്ള വ്യവസ്ഥ. ഇതാണ് ഇളകിയാട്ടം എന്ന വാക്കുകൊണ്ട് മധ്യ കേരളത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇളകിയാട്ടം എന്നുള്ള വാക്ക് ദക്ഷിണ കേരളീയം പറയുന്നത് മനോധർമാട്ടത്തിനാണ്. അതല്ല ഇളകിയാട്ടം. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഇളകിയാട്ടം എന്താണ്? ഓരോ മുദ്രയുമായി ബന്ധപ്പെട്ട ഇളകിയാട്ടങ്ങളാണ്. അതിൽ ചുഴിച്ച് ചാടി മുദ്ര കാണിക്കേണ്ട കുറേ വാക്കുകളുണ്ട്. ചുഴിച്ച് ചാടി കാണിക്കേണ്ട മുദ്ര. അപ്പോൾ രാജാവ് എന്ന് കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഒരു വാക്ക് പറയുക ബ്രഹ്മാവ് എന്ന് കാണിക്കുകയാണെങ്കിൽ, അങ്ങനെ കുറേ വാക്കുകൾക്ക് പിന്നോക്കം ചാടുന്നതിന് മുമ്പ് ശരീരത്തെ ഒന്ന് ചുഴിക്കുന്നു, എന്നിട്ട് പിന്നോക്കം ചാടി രാജാവ് എന്ന മുദ്ര നിറയുന്നു, തികയുന്നു. ഒരു ഉദാഹരണം കാണിച്ചാലും മേളം കൂടി ചെയ്താണ്. ഈ രാജാവ് എന്നുള്ള വാക്കുമായി ബന്ധപ്പെട്ട ഇളകിയാട്ട ക്രമമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ചിലപ്പോൾ ഇങ്ങനെ പിന്നിലേക്ക് ചാടുന്നതാവില്ല ആ മുദ്രാവിഷ്കാരത്തിൻ്റെ രീതി.
കെട്ടിച്ചാടി കാണിക്കേണ്ട മുദ്ര എന്ന രീതിയിൽ കളരിയിൽ പറയുന്ന വാക്കുകളുണ്ട്. ഒരു ഉദാഹരണത്തിൽ ബന്ധിക്കുക എന്നായാലോ, ബന്ധിക്കുക എന്ന മുദ്ര കാണിക്കുന്ന രീതി നോക്കൂ. വാസ്തവത്തിൽ ആ വാക്കിൽ അന്തർഭവിച്ച ഒരു ഭാവത്തെ കൂടെ ആ ശരീര ചലനം കൊണ്ട് ദ്യോതിപ്പിക്കാൻ ഈ മുദ്ര ആവിഷ്കാര പദ്ധതിക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് തിരിച്ചറിയപ്പെടേണ്ട ഘടകം. ഇനി ഇപ്പൊ ശത്രുവിനോട് മുമ്പിലേക്ക് വച്ച് ചവിട്ടി കാണിക്കേണ്ട തരത്തിലുള്ള മുദ്രകളുണ്ട്. നീ അല്ലെങ്കിൽ ശത്രു ഏതാ നല്ലത്, ഒരു വാക്ക് പറയൂ. വെച്ച് ഇങ്ങനെ മുമ്പിലേക്ക് ശത്രു ശത്രു എന്ന് കാണിക്കേണ്ടി വരികയാണെങ്കിൽ മറ്റൊരു പദ്ധതി, ചിലത് വട്ടം വെച്ച് കാണിക്കേണ്ട മുദ്രയാണ്. വട്ടം വയ്ക്കുക എന്ന വാക്ക് വട്ടം എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ ആവിഷ്കാര രീതി ചതുരമാണ്. ചതുരത്തിലാണ് ആ മുദ്ര വരിക. അപ്പം എല്ലാം എന്ന മുദ്ര, അല്ലെങ്കിൽ എന്താ നല്ലത്, എല്ലാം തന്നെ ആയാലും മതി, എല്ലാം എന്ന മുദ്ര കാണിക്കേണ്ടി വരികയാണെങ്കിൽ കാണിക്കുന്ന രീതി ഇതായിരിക്കും. ഒരു ചതുരം നിർമ്മിച്ചെടുക്കുന്നു. ഈ ചതുരത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് കേട്ടോ. കാരണം ഈ ചതുരമാണ് നടൻ്റെ ആകെയുള്ള അനുവദിക്കപ്പെട്ട വർക്കിംഗ് സ്പേസ്. പറവട്ടം എന്ന് വെറുതെ പറയല്ല, ഈ ചതുരത്തിനകത്ത് മുമ്പിലേക്കും പിന്നിലേക്കുമുള്ള ഒരു സമചതുരത്തിനകത്താണ് നടൻ കളിക്കേണ്ടത് എന്നാണ് നമ്മുടെ ശൈലി നിഷ്കർഷയോട് പഠിപ്പിച്ചിട്ടുള്ള കാര്യം. വലിയ വേദി കിട്ടിയ പറന്ന് കളിക്കുന്ന പുതിയ രീതികളൊക്കെ ഇപ്പോൾ പ്രചാരത്തിലുണ്ടെങ്കിലും ഈ പറവട്ടത്തിൽ കളിക്കുക എന്നതിന് ഉദ്ദേശം ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ചതുരമുണ്ടല്ലോ, നടൻ ഇത്രയും സ്പേസ് ആവശ്യമുള്ളൂ. ആ സ്പേസിലാണ് നടൻ്റെ മുഴുവൻ പ്രവൃത്തിയും നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് നിഷ്കർഷിച്ച് അഭ്യസിപ്പിക്കപ്പെട്ടിട്ടുള്ളതും. മാറ്റം വരുന്നില്ലേ എന്ന ചോദ്യം നിങ്ങൾ മനസ്സിലുണ്ടായാൽ അതൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇങ്ങനെ ഒരു 7-8 തരത്തിൽ മുദ്ര ആവിഷ്കരിക്കുന്നതിന് പദ്ധതിയുണ്ട്. പിന്നെന്താ ചെയ്യേണ്ടത്? ഒരു വാക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ കുതിര എന്ന് കാണിക്കുന്ന രീതി എന്താ? അതൊരു കുതിരയ്ക്ക് വേണ്ടി മാത്രം രൂപപ്പെട്ടൊരു വഴിയായിരിക്കും. ചിലപ്പോൾ കുതിര എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന മറ്റൊരു ചലനമാണ്. കാല് പൊക്കി നിൽക്കുന്ന രീതിയാണ് കുതിര എന്ന മുദ്ര കാണിക്കുന്നത്. ഞാനൊരു കൊച്ചു എക്സസൈസ് ഉണ്ടാക്കിയാലോ? നമുക്കൊരു പുതിയ പാട്ട് നമുക്ക് സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കുകയാണ്. രാജാവ് കുതിരയെ ബന്ധിച്ചു. നടന്തിൽ നല്ല പാടിയൊക്കെ അല്ലേ? രാജാ കുതിരയെ ബന്ധി. രാഗം എന്ത് പണിയാവുക? കാലോതെ. അത് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ രാജാവ് കുതിരയെ ബന്ധിച്ചു എന്നുള്ളൊരു വാക്യം അടന്ത താളത്തിൽ ആവിഷ്കരിക്കുകയാണെങ്കിൽ അടന്തയ്ക്ക് 3 പിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ട്രക്ചറുണ്ട്. ആദ്യം 5, പിന്നെ ഒരു 5, പിന്നെ ഒരു 4, അങ്ങനെ 14 അക്ഷരം. അപ്പോൾ ആദ്യത്തെ 5 പൂർത്തിയാവുന്നിടത്ത് ഒരു മുദ്ര വിടാനുള്ളത് വഴുതാണ്. രണ്ടാമത്തെ 5 പൂർത്തിയാവുന്നിടത്ത് രണ്ടാമത്തെ മുദ്ര വിടാനുള്ള വഴുതാണ്. പിന്നെ ഒരു 4 5, 5, 10, 4, 14 അക്ഷരമാണ് അർത്ഥയിലുള്ളത്. പിന്നെ ഒരു 4 ഉണ്ട്. ആ 4 പൂർത്തിയാവുന്നത് 3ാമത്തെ മുദ്ര വിടാനുള്ള പഴുതുമാണ്. ഇത് ഇവിടെ ഇപ്പോൾ ഈ രാജാവ് കുതിരയെ ബന്ധിച്ചു എന്നുള്ള വാരി വിടുക. ഇന്നലെ കണ്ട നമ്മളെ കേട്ടാലും വചനം സഖേ, ആ പദം നോക്കിക്കോളും. താതൻ ദേവ രാജാവും ദേവ മാമുനിമാരും ദേവവൃന്ദം ഈ വണ്ണം മുന്നം മണ്ണിൽ എങ്ങാനും. 3 വാക്കായിരിക്കും അടന്തയിൽ പദങ്ങൾക്ക്. ഈ കഥകളി കളരി ബോധമുള്ള ആഖ്യായകാരനാണെങ്കിൽ ആട്ടകഥാകൃത്താണ് രചിച്ചതെങ്കിൽ ബോധപൂർവം 3 വാക്കുകൾ കൊണ്ടായിരിക്കും അടന്തയിൽ ഒരു വരി ഉണ്ടാക്കുക. ആ 3 വാക്കുകൾ കൃത്യമായി വിന്യസിക്കാൻ ആ അടന്തയിൽ പഴുതുമുണ്ട്. നമ്മളിപ്പോൾ ആ വരികൾക്ക് പകരം ഒരു പുതിയ കഥകളിപ്പദം നമ്മൾ ഉണ്ടാക്കിയതാണ്. എന്താണ്? രാജാവ് കുതിരയെ ബന്ധിച്ചു. മനസ്സിൽ സങ്കല്പിച്ചു. രസമല്ലേ വിനോദ്? അതൊന്ന് പാടി നോക്കാം നമുക്ക്. ഒത്തിരി കാലം താത്തിക്കൊള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഒപ്പത്തില്ല. രാജാവ് കുതിരയെ ബന്ധിച്ചു
ബന്ധിച്ചു. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ രാജാവിനെ ചുഴിച്ചു ചാടാൻ പറ്റില്ല. അപ്പൊ 2 പ്രാവശ്യം പാടണം. പൊന്നാനി പാടുമ്പോൾ അദ്ദേഹം അടുത്ത നാലാമത്തെ അടിയിലേക്ക് രാജാവിനെ വിടാവുന്ന രീതിയിൽ ചുഴിച്ച് ചാടി അവിടെ എത്തൽ കഴിയണം. അപ്പൊ 2 പ്രാവശ്യം രാജാവ് കുതിരയെ ബന്ധിച്ചു. രാജാവ് കുതിരയെ ബന്ധിച്ചു. ഒരു പുതിയ വരി കിട്ടിയപ്പോൾ ഇത്രയും സമയം വേണ്ടു. കഥകളിയുടെ ഭാഷയിലേക്ക് രൂപാന്തരപ്പെടുത്തി ഈ അടന്തയുടെ എന്താ പറയുക താളാംഗഘടനയോട് സമരസപ്പെടുത്തിക്കൊണ്ട് മുദ്രയുടെ ദൈർഘ്യത്തെ നിർണയിച്ച് ചൊല്ലിയാടാം. ഇതാണ് ചൊല്ലിയാട്ടം. ചൊല്ലിയാട്ടം എന്ന് പറഞ്ഞാൽ പാട്ടിനൊപ്പം ഇങ്ങനെ കളിക്കുക എന്നല്ല അർത്ഥം. ഈ വ്യാകരണ വ്യവസ്ഥ അനുസരിച്ച് വാക്കുകളെ മുദ്രയുടെ നീളത്തെ ക്രമീകരിച്ച് ഇളകിയാട്ട പ്രകരണ ശുദ്ധിയോടുകൂടി രംഗത്ത് കളിക്കുക എന്നാണ് അർത്ഥം. എന്നല്ലേ അർത്ഥം? ഉണ്ടെങ്കിൽ പറയാം. സ്വാമി അവിടെ നിന്ന് എന്തോ അഭിപ്രായം പറഞ്ഞു? അഭിപ്രായം പറയണെങ്കിൽ ഇപ്പൊ പറയാം. അങ്ങോട്ട് വരാം. ആശാമാരൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അങ്ങോട്ട് വരൂ. പോയി അദ്ദേഹം നമുക്ക് ഏതെങ്കിലും ഒരു പദത്തിന്റെ ചൊല്ലിയാട്ടം ഈ രീതിയിൽ ശ്രദ്ധിച്ചാലോ? അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ടത് വിനോദം തീയിട്ട് പഠിപ്പിക്കണം. ഈ ആ 3 സ്ഥാനം അടന്തയാണെന്നുണ്ടെങ്കിൽ അത് അടന്ത നമുക്കൊരു സൗകര്യത്തിന് വേണ്ടി ഒരു താളത്തെ ആദ്യം ഒന്ന് ശീലിക്കാം. അടന്തയിൽ ആ മുദ്ര വിടേണ്ട 3 സ്ഥാനങ്ങളൊന്ന് കൃത്യമായി ബോധ്യപ്പെടണം. ആ കൊട്ടുന്ന സമയത്തൊന്ന് വിരൽ പൊക്കിയാൽ മതി. മനസ്സിലായില്ല? അപ്പൊ രാജാവ് നിങ്ങളടുത്ത് മുദ്ര വിടാനുള്ള ആദ്യത്തെ സ്ഥാനം കൃത്യമായി. രണ്ടാമത്തെ മുദ്ര വിടാനുള്ള സ്ഥാനം ഒരു പദത്തിൽ എവിടെയാണ് വരിക എന്നതിൽ ഏതെങ്കിലും ഒരു പദം നമുക്ക് ഉദാഹരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതിനായാലും മതി. താതൻ ദേവരാജാവും ദേവ മാമുനി മാരും ദേവവൃന്ദം ഈ വണ്ണം മുന്നം മഞ്ഞിൽ എങ്ങാനും. അത് നമ്മൾ ഈ പാട്ടിനെന്താ വെച്ചാൽ ഇപ്പം അടന്തയ്ക്ക് കൃത്യമായ അക്ഷരം വെക്കുന്ന സ്ഥലമുണ്ട്. സാധാരണ സ്റ്റേജിലാണ് നമ്മളത്, കാരണം അവർ ചെയ്യുന്ന നോക്കിയിട്ട് ചെയ്യലാണ്. പഠിപ്പിക്കുമ്പോൾ അപ്പം രാജാവ് കുതിരയെ അവിടെ ഈ 2 സ്ഥാനത്താണ് അക്ഷരം വെക്കുന്നത് പഠിപ്പിക്കുമ്പോൾ, നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ. പക്ഷെ വേഷക്കാർ ചെയ്യുമ്പോൾ അത് നമ്മൾ കൃത്യമായ സ്ഥാനം അത് നോക്കി ചെയ്യുന്നതാണ്. അതൊന്നും കണ്ടാലോ നമുക്ക്? ഇതന്നെ ആവാം. താതൻ ദേവരാജാവ് എടുത്താലും അതിനൊക്കെ നല്ല അതല്ല ഇതന്നെ ആവാം. ഇത് എളുപ്പമുണ്ട്. നമ്മൾ നല്ല കണ്ടതാണ്, കേട്ടാലും മറ്റും സഖ്യ എന്ന സുഭദ്രാനന്ദ കൃഷ്ണന്റെ പദം അതിലൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അത് കാണാം. മുദ്ര മാത്രം ആദ്യം പരിചയപ്പെടുത്തിയാലോ? താതൻ ദേവരാജാവ് അച്ഛൻ മുദ്ര. താതൻ ദേവരാജാവ് അങ്ങനെയാണ്. അപ്പൊ 3 മുദ്രയും മാനിനിമാരും ദേവ സുന്ദരി മാരും 3 വാക്കുകൾ അവിടെയുണ്ട്. ത്രിദശ ദേവ മാനിനി സുന്ദരി മാരും. ഇത് ശ്രദ്ധിക്കേണ്ടതാണോ? ബഹുവചനം വേണ്ടി വരുമ്പോഴേക്ക് ഈ എളുപ്പമുണ്ട്. ഈ ഒരു മുദ്രയെ വേണ്ടി മാരും. ദേവവൃന്ദം ഈ വണ്ണം അല്ലെ? ദേവമാമുനിമാരും ദേവ ദേവമാമുനി വൃന്ദവും ദേവവൃന്ദവും ഈ വണ്ണം. മാമുനിമാരും ഇതൊക്കെ എടുക്കണം. ദേവം അടുത്തതിനാണ് ദേവം ദേവവൃന്ദം ഈ വണ്ണം. ദേവവൃന്ദം ഈ വണ്ണം. അത്ര മതി. ഇത്ര മതി. ഇത് കാണുന്നു.
അപ്പോൾ ആ സ്ഥാനങ്ങളിൽ മുദ്രാസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ കൃത്യമായിട്ടുണ്ടാവും. അടന്തയിൽ എങ്ങനെയാണ് ആ 3 സ്ഥാനങ്ങൾ 3 മുദ്രകൾ പൂർത്തിയാവാൻ പറ്റുന്ന രീതിയിലുള്ള പഴുതുകളായി മാറിയത് എന്ന് നമ്മൾ നിരീക്ഷിക്കുന്നു. രാജാവും ത്രിദശ വാനിനി മാരു ത്രിദശ മാനിനി മാറും ദേവ മാമുനി വൃന്ദമു ദേവ മാമുനി വൃന്ദവും ഈ ചൊല്ലിയാട്ടത്തിൻ്റെ ഒരു വഴി സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രധാനപ്പെട്ട നൃത്ത അംശം എന്ന് പറയുന്നത് ഈ മുദ്രാവിഷ്കാരവുമായി ബന്ധപ്പെട്ട് നടൻ അരങ്ങി നിർവഹിക്കുന്ന ഇത്തരം ചലനങ്ങൾ തന്നെയാണ്. എന്നാൽ അർത്ഥനിരപേക്ഷമായ കേവല നൃത്തങ്ങളുമുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മോഹിനിയാട്ടമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ അതിൻ്റെ ആവിഷ്കാരത്തെക്കുറിച്ച് നടന്ന ഡെമോൺസ്ട്രേഷനിൽ ശ്രീമതി വിനീത പറഞ്ഞ ഒരു കാര്യമുണ്ട്. കഥകളിയും അത് മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള മറ്റ് നൃത്തങ്ങളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, ഇവിടെ നർത്തകനല്ല കഥാപാത്രമാണ് വരുന്നത് എന്ന് തന്നെയാണ്. ഇപ്പം വിരഹോത്കണ്ഠിതയായ ഒരു നായികയുടെ ഭാവം അഭിനയിക്കുന്ന ഒരു നർത്തകി വന്ന് പല്ലവി പാടുന്നു. പല്ലവി ഇതേപോലെ നാഥ അല്ലെങ്കിൽ എന്താ പറയുക സഖി അല്ലെങ്കിൽ മോഹഭര എന്തെങ്കിലും ഒരു വർണ്ണം തുടങ്ങുന്നു. അതിലെ പല്ലവി കഴിഞ്ഞാൽ പല്ലവി ഇങ്ങനെ ദുഃഖത്തോടെ അങ്ങനെ അഭിനയിക്കുന്ന പോലത്തെ ഒരു പല്ലവി ആയിരിക്കും. ആ പല്ലവി കഴിഞ്ഞാൽ തളാങ്കുജം ഹൃദയഹൃതവും എന്നാണ് കലാശിച്ച് 3 കാലത്ത് നിൽക്കുന്ന ഒരു തീര്, 1, 2, 3 കാലത്തിൽ ക്രമമായി വികസിക്കുന്ന ഒരു തീരാണ് അവിടെ രംഗത്ത് അവതരിപ്പിക്കുന്നത്. രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ ആ ജതികൾക്ക് ചിരിച്ച് പ്രസന്നവദനയായി എന്തും നൃത്തം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെ നർത്തകിക്കുന്നുണ്ട്. ഇവിടെ നടൻ വരുന്നത് തന്നെ ഒന്നുകിൽ രാവണനായിട്ട് അല്ലെങ്കിൽ അർജുനനായിട്ട് അല്ലെങ്കിൽ കൃഷ്ണനായിട്ട് ഈ കഥാപാത്ര പ്രകൃതിയെ സൂക്ഷ്മമായി പിന്തുടർന്നുകൊണ്ടല്ലാതെ
അതിന് പൂർണ്ണമായി മുക്തി നേടിക്കൊണ്ട് ഒരു കലാശം പോലും അവതരിപ്പിക്കാൻ നടനിവിടെ സ്വാതന്ത്ര്യമില്ല എന്നത് കഥകളിയുടെ സവിശേഷത തന്നെയാണ്. ഇത് തോന്നുമ്പോൾ ദിത്തത്ത തിന്തത്ത ദിത്തേ ഇതാ ദിത്താതി ഗിതത്തെ എന്നൊരു കലാശം എടുക്കുമ്പോൾ എവിടെ നാളൻ, അതിലെവിടെ പുഷ്കരൻ, എന്താ വ്യത്യാസം? ഒരേ കലാശമാണ് എടുക്കുന്നത്, ഒരു സാധാരണ കലാശം. നോക്കൂ, ഇതിപ്പോൾ സാധാരണ നിലയിൽ ഏത് നടൻ ചെയ്യുമ്പോഴും ചെയ്യുന്ന രീതിയൊക്കെ ഒന്നാണ്, ഏത് കഥാപാത്രം ചെയ്യേണ്ടി വരുമ്പോഴും ചെയ്യുന്ന രീതി ഒന്നാണ്. പക്ഷെ ഇവിടെയും ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാവത്തിൻ്റെ ഭാവപരമായൊരു നൈരന്തര്യം സൂക്ഷിച്ചുകൊണ്ടേ ഈ ചലനങ്ങൾ ആവാവൂ എന്ന് കളരിയിൽ രാവണ്യവനുടാശൻ്റെ പ്രസിദ്ധമായ കുറിപ്പുണ്ട്. ബാലയെ കേൾനി കലാശം എടുക്കുമ്പോൾ ആ സ്ഥായി സൂക്ഷിക്കാനാവില്ലെങ്കിൽ കലാശം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ദുഃഖസ്ഥായി സംരക്ഷിച്ചും കൊണ്ടേ കലാശം എടുക്കാവൂ എന്നത് രാവണ്യവനോട് അവിടേക്കും അത്ര നോട്ട് വെച്ചാൽ എല്ലായിടത്തും ബാധകമാണത്. ബാലയെ എഴുതി കഴിഞ്ഞ് കലാശം എടുക്കുമ്പോൾ സ്ഥായി സൂക്ഷിക്കണം എന്ന് വെച്ചാൽ മറ്റെവിടെയും സ്ഥായി സൂക്ഷിക്കേണ്ടതില്ല എന്നല്ലല്ലോ അർത്ഥമാവുക. എല്ലാ സന്ദർഭങ്ങളിലും ഈ കഥാപാത്ര പ്രകൃതിയും ആ പദത്തിൻ്റെ ആശയപരമായ ഉള്ളടക്കത്തോട് നീതി പുലർത്തിക്കൊണ്ട് ഒരു കേവല നൃത്തത്തെ പോലും അവതരിപ്പിക്കാൻ കഥകളിയിൽ പഴുതുള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ കേവല നൃത്തങ്ങൾ ഇല്ല എന്ന പൊതു നിയമത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. കേവല നൃത്തമല്ല, അത് ഭാവാവിഷ്കാരത്തിൻ്റെ ഒരു ജൈവപരമായ വികാസമാണ്. അതുവരെ പറയുകയും ചെയ്ത കാര്യത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഈ നൃത്തത്തിലൂടെ നടൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് കഥകളിയുടെ വ്യാകരണം. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ആദ്യത്തെ ഇപ്പോൾ ദേവരാജാവ് നൃത്തത്തിൽ പൊതം കഴിഞ്ഞ് കലാശിക്കുമ്പോൾ അത് മുഴുവൻ അങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഓർമ്മിക്കുന്നുണ്ടാവുമോ? വലിയ തടസ്സമില്ലാത്ത രീതിയിൽ ചെയ്യണമെന്നൊരു ശാഠ്യമുണ്ടോ? നടനുണ്ട്. എന്താ ഇതിനൊരു എസ് എന്ന് പറയാൻ മടിയുണ്ട? ശരിയാണോ? അങ്ങനെയല്ലേ ശരി? ആ ആവിഷ്കരിക്കുന്ന ആശയത്തിൻ്റെ തുടർച്ചയായേ ഒരു നൃത്തം വരുന്നുള്ളൂ. പക്ഷെ കുറേ നൃത്ത വ്യാകരണങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ പറഞ്ഞ കലാശം. ഇതൊരു സാധാരണ കലാശമാണെങ്കിൽ സ്ത്രീവേഷ കലാശമാകുമ്പോൾ സ്ത്രീവേഷ ചലനത്തിനനുസരിച്ച് കുറേ കൂടി ഒരു പരിമിതപ്പെട്ട ചലനത്തോടു കൂടി കലാശമാണ്. ഒരു സ്ത്രീവേഷ കലാശത്തിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും പദത്തിൻ്റെ അവസാനം ഒന്ന് ഏതാ വേണ്ടേ, പോക പൂങ്കാവിലെന്ന്, അതിൻ്റെ അവസാന ഭാഗം മാത്രം. കാതര നയനേ കാമിനി മാ സുഖമായി പറഞ്ഞില്ല, അതുകൊണ്ടാണ്. നന്നായിരുന്നു. കലാശം എന്നതുപോലെ തന്നെ ഞാൻ കടന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുത്തിയത്. മറ്റൊന്നാണ് ഇരട്ടി. പല്ലവി ആവർത്തിച്ച് പാടുമ്പോൾ ചെയ്യുന്ന ചതുരശ്ര നിലയിൽ മിക്കവാറും രൂപപ്പെടുന്ന ഇത്തരം ശബ്ദങ്ങളിലൊക്കെ ഒരു ചതുരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു നൃത്തമാണ് ഇരട്ടി. പലപ്പോഴും ഈ പല്ലവി ആകണമെന്നില്ല പാടുന്നത്. പല സന്ദർഭങ്ങളിലും തൊട്ട് മുമ്പ് പാടിയ ചരണത്തെ ഇരട്ടിയായി പാടാറുണ്ട്. പഴയ പല കഥകളിലും ഇരട്ടിക്ക് വേണ്ടി പ്രത്യേക ചരണങ്ങൾ കവി തന്നെ നിർമ്മിച്ച് നൽകിയിട്ടുമുണ്ട്. അങ്ങനെ ഇരട്ടിക്ക് വേണ്ടി പ്രത്യേക പദങ്ങളില്ലാത്ത സന്ദർഭങ്ങളിൽ പല്ലവി ആവർത്തിച്ച് പാടിയാണ് ഇരട്ടിയെടുക്കുക. കലാശം കഴിഞ്ഞാൽ ആ പല്ലവി ഒന്നും കൂടി ഗാനത്തിൻ്റെ ഒരു രീതിയാണ് പല്ലവി ഇടയ്ക്ക് ഒന്ന് ആവർത്തിക്കുക എന്നത്. അതേപോലെ കലാശം ഒരു ഫുൾ സ്റ്റോപ്പാണ്. ആ ഫുൾ സ്റ്റോപ്പ് പൂർത്തിയായാൽ ആ പല്ലവി വീണ്ടും ഒന്ന് പാടി ഇരട്ടി ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്ത്രീവേഷത്തിൻ്റെ ഇരട്ടിയും പുരുഷവേഷങ്ങൾക്കും ഇരട്ടിയുണ്ട്. സ്ത്രീവേഷത്തിൻ്റെ ഇരട്ടിയുടെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കാണിച്ചത്. ഒന്നും കൂടി വിനോദം ഇപ്പോൾ പാടി തന്നെ, ഇപ്പൊ പാടി തന്നെ ഒന്നുകൂടി പാടിയാൽ മതി. കാതര നയനെ സുഖമായി കാതര നയനേ കാമിനി മൗരേ
സുഖമായി നമുക്കോ ഇന്നിവിടെ നൂനവും ഇവിടെ സുഖമായി നമുക്കിന്ന് ഇവിടെ നൂനം തോഴി ഭൈമി കാണുക നീ എന്ന ഇരട്ടിക്ക് വേണ്ടി തന്നെ ഒരു ചരണം ഉണ്ണായിവാരർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സാധാരണ നടൻ ചെയ്യുന്നത് സുഖമായി എന്ന് പാടി പകുതി എത്തുമ്പോൾ അതങ്ങനെ ഇരട്ടി കലാശിച്ചിട്ട് അത് ചരണം പോലെ ആ പദത്തെ ആവർത്തിച്ച് പാടി മുദ്ര കാണിച്ച് അഭിനയിക്കുക എന്ന രീതിയാണ്. അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. കലാശവും ഇരട്ടിയും പോലെ പ്രധാനപ്പെട്ട ദീർഘമേറിയ കുറെ കലാശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വട്ടം വെച്ച് കലാശമാണ്. ഇത് രണ്ട് തരത്തിൽ വരാം. ഇപ്പൊ കോട്ടയം കഥകളൊക്കെ പോലെയുള്ള കഥകളിൽ പദത്തിന്റെ അവസാനമോ ആദ്യമോ ആയിട്ടൊക്കെയാണ് പലപ്പോഴും കലാശം നിബന്ധിച്ചിട്ടുള്ളത്. മറ്റു പല സന്ദർഭങ്ങളിലും ഒരു ചരണം ആരംഭിച്ച് ചൊല്ലി വട്ടം തട്ടുക, ആ പദം ഒന്ന് തുടങ്ങി വെക്കും, എന്നിട്ട് താളം പിടിക്കും. അവിടെ നടന് അടുത്ത് ആവിഷ്കരിക്കാൻ പോകുന്ന ചരണത്തിന്റെ ആശയപരമായ കാര്യങ്ങളെക്കുറിച്ച് ചില മുൻ ഉപാധികളോടെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സന്ദർഭം കിട്ടും. അതിന്റെ പര്യവസാനം ഒരു കലാശമായിട്ടായിരിക്കും. ഇതാണ് ധാരാളം കാണുന്ന ഉദാഹരണം. ചൊല്ലി വട്ടം തട്ടി അല്പം ആടി കലാശമെടുക്കുക എന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്ന കഥയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പരശുരാമൻ അങ്ങനത്തെ പ്രധാനം ഇന്നലെ കണ്ട ബലഭദ്രന്റെ ആട്ടത്തിലൊക്കെ പദം തുടങ്ങുന്നു, ചൊല്ലി വട്ടം തട്ടുന്നു, ഒരുപാട് ആടുന്നു, ആട്ടത്തിന് അവസാനം കലാശമെടുക്കുന്നു. ഈ കലാശത്തിനൊരു പൊതു രീതിയുണ്ട്, അത് നമുക്കൊന്ന് കാണാം. അതിൽ വാദ്യങ്ങൾ തമ്മിലുള്ളൊരു മേളനമാണ് ഇവിടെ ഏറ്റവും ഭംഗി. ഈ കലാശം ചിട്ടപ്പെടുത്തിയത് തന്നെ നല്ല ഉദാഹരണമാണ്. ചെണ്ടയും മദ്ദളവും എങ്ങനെയാണ് പരസ്പരം ഇണങ്ങി ഒരു നൃത്തത്തെ അല്ലെങ്കിൽ കഥകളി പോലെയുള്ള ഒരു ആവിഷ്കാരത്തെ പുഷ്ടിപ്പെടുത്തേണ്ടത് എന്നത് എത്ര ദീർഘദർശിത്വത്തോടെയും ഏറ്റവും സൂക്ഷ്മദൃഷ്ടിയോടുകൂടിയാണ് അത് നിർണയിച്ചത് എന്നതിന് ഈ വട്ടം വെച്ച് കലാശത്തിന്റെ ചിട്ട തന്നെ നല്ല ഉദാഹരണമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഉദാഹരണത്തിന് ആദ്യഘട്ടം നടൻ വരുന്നത് ഇപ്പോൾ കാല് മുന്നിലേക്ക് വെച്ചിങ്ങനെ വരുന്നു. അവിടെയൊക്കെ സമത്തിൽ മദ്ദള നിൽക്കുന്നത്. സമത്തിൽ മദ്ദളം നിൽക്കുന്നു. അവിടെ പഴുത് തീർത്തുകൊണ്ട് ചെണ്ട നിൽക്കുന്നു. മുമ്പിലെത്തിക്കഴിഞ്ഞ് കൈ വിട്ട് ഇരട്ടി കാല് വെച്ച് മാറുന്നു. അവിടെ സമത്തിൽ ചെണ്ട നിൽക്കുന്നു, പഴുതിന് മദ്ദളം വരുന്നു. ഈ രീതിയിൽ ആ വട്ടം വെച്ച കലാശം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ചെണ്ടയും മദ്ദളവും പരസ്പരം ഇണക്കി എങ്ങനെയാണ് ആ നൃത്തത്തെ നിർമ്മിച്ചെടുത്തത് എന്നൊരു ഉദാഹരണമായി. തുടർന്ന് രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞാൽ കാല് മുട്ടലും കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ള എണ്ണങ്ങൾ പല രീതിയിൽ തുടർന്നൊരു നൃത്തമുണ്ട്. ഒരു വട്ടം നൃത്തങ്ങളെ കൊണ്ട് മാത്രം ചെയ്യും. അത് പലതരത്തിലാവാം. ഒരു പൊതു നിയമം കുറേ എണ്ണം കടലിൽ ചിട്ടപ്പെടുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. അവസാനത്തെ ചരണമാണെങ്കിൽ എടുക്കുന്ന ഒരു എണ്ണമുണ്ട്. ഇത്ത ഇത്ത ഇത്തത്തത്ത. നമുക്കത് എടുത്താൽ മതി. ഇത്ത ഇത്ത ഇത്തത്തത്ത. കാലം മുറുകിയിട്ടാണ് ചെയ്യാറ് എങ്കിലും അത് കാലം താത്തി നമുക്കൊന്ന് ചെയ്ത് കാണിക്കാം. എന്നിട്ട് സാധാരണ പോലെ ചിത്തത്തത്താന്ന് കലാശിക്കിച്ച്. ഇതാണ് വട്ടം വെച്ച് കലാശത്തിന്റെ, ചെമ്പടയിലൊരു വട്ടം വെച്ച് കലാശത്തിന്റെ പൊതു വ്യാകരണം എന്ന് പറയാം. നമുക്ക് ചൊല്ലി വട്ടം തട്ടിയിട്ട് കലാശം എടുത്താലോ? ഏതെങ്കിലും ചെമ്പടയിലൊരു പദം ചൊല്ലി വട്ടം തട്ടിയിട്ട് ചെറിയൊരു ആട്ടത്തോടു കൂടി അങ്ങോട്ട് കലാശം എടുക്കാം. പറയൂ, പെട്ടെന്ന് പറയൂ. ഉദാഹരണം മതിച്ച ദന്തികൾ. അതന്നെ ആയിക്കോട്ടെ. സൗഗന്ധികത്തിലെ പോകായിൽ നിന്നെ എന്ന് പറഞ്ഞ് കലാശം ആരംഭിക്കുക. പോകായിൽ നിന്നെ
വട്ടം വെച്ച് കലാശം. ഇനിയും ഇത്തരം കേവല നൃത്തങ്ങൾ എന്ന രീതി വ്യവഹരിക്കപ്പെടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു കേവല നൃത്തങ്ങൾ കഥകളിയിലില്ല എന്നാണ് പറയേണ്ടത് എന്ന്. കാരണം ഇപ്പോൾ ഈ ബാലേകേൾനി ചെയ്യുമ്പോൾ സ്ഥായി സൂക്ഷിക്കണം എന്ന് രാഹുൽ വിനോദാശാൻ നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ സന്ദർഭങ്ങളിലും ഈ നൃത്തത്തെ കേവല നൃത്തമാക്കാതെ ആവിഷ്കരിക്കുന്ന ഭാവത്തിൻ്റെ ഒരു ജൈവിക തുടർച്ചയായി അവതരിപ്പിക്കാനുള്ള ബാധ്യത നടനുണ്ട് എന്ന് തന്നെയാണ്. എങ്കിലും അതൊന്ന് അതിന് ബാലേകേൾനിയുടെ കലാശം എന്ന് കാണിക്കുന്ന രീതി പറ്റും. ഇതേ കലാശം കാലം താഴ്ത്തുന്നു എന്ന വ്യത്യാസം ചെമ്പടയിലുള്ളൊരു വട്ടം വെച്ച കലാശം തന്നെയാണ് നിർമ്മീരോധ ധർമ്മോത്തരർ ആ ഏറ്റവും ശോകസ്ഥായിൽ നിൽക്കുന്ന ബാലേകേൾനി എന്ന പദത്തിലെ പല്ലവിയിൽ തുടർന്ന് ഇതേപോലെ കാലം താഴ്ത്തി എന്ന വ്യത്യാസം മാത്രമേ വ്യാകരണപരമായിട്ടുള്ളൂ. പക്ഷെ ഭാവപരമായി അത് ഉണ്ടാക്കുന്ന വ്യത്യാസം ഒരു പക്ഷേ ഇപ്പോൾ കഞ്ചതലത്തിൽ ഒരു ഇരട്ടി എടുക്കുമ്പോൾ കഞ്ചതലത്തിൽ ആവിഷ്കൃതമാകുന്ന ശൃംഗാരത്തെ ഒന്ന് ഉദ്ദീപിപ്പിക്കാനാണ് ആ ഇരട്ടിയെങ്കിൽ ബാലേകേൾനിയിൽ ഈ കലാശം എടുക്കുന്നത് അതിലൂടെ ആവിഷ്കൃതമാകുന്ന ശോകത്തിൻ്റെ കനം വർദ്ധിപ്പിക്കാനാണ്. ബാലേകേൾനിയുടെ കല്യാണി കലാശം മാത്രം എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. കനം കുറച്ച് മേളമൊക്കെ ഇട്ട് ആ കലാശം കാണിക്കൊരു ഉദാഹരണം.
ഇവിടെ നടൻ ആദ്യം കലാശമെടുത്തതുപോലെയുള്ള ഊർജം ഉപയോഗിക്കപ്പെടുന്നില്ല. വാദ്യത്തിലാവട്ടെ ആ രീതിയിലുള്ള ഒരു സ്ഫോടനാത്മകമായ ശബ്ദം നിർമ്മിക്കപ്പെടുന്നില്ല. ഒതുക്കി ആ ശോകത്തിൻ്റെ സ്ഥായി സൂക്ഷിച്ചുകൊണ്ട് കലാശമെടുക്കും. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറ്റും. യുദ്ധപദങ്ങളിൽ ധാരാളം നൃത്തങ്ങൾ വരും. യുദ്ധമല്ലാത്ത ശൃംഗാരാത്മകമായ രംഗങ്ങളിൽ നൃത്ത എലമെന്റ് കുറയുകയും ചെയ്യും. സ്വാഭാവികമാണ്. കാരണം വീരത്തെയും രൗദ്രത്തെയും ഉദ്ദീപിക്കാനാണ് ഈ താണ്ഡവ സ്വഭാവത്തിലുള്ള നൃത്തത്തിന് അധികം സാധിക്കുക എന്നതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നല്ല കലാശങ്ങളും ധാരാളം നൃത്തങ്ങളൊക്കെ ഉൾച്ചേർത്തിട്ടുണ്ടായിരിക്കുക. ഒരു ഘടകം അത്. മറ്റൊന്ന് അഭിനയം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഭിനയം ഇപ്പം രസാഭിനയം എന്ന് നമ്മൾ പറയാറുണ്ട്. നവരസങ്ങൾ എന്ന രീതിയിൽ കളരിയിൽ പഠിപ്പിക്കാറുമുണ്ട്. രസം അഭിനയിക്കുന്നതിൻ്റെ ഒരു വിദ്യ. ഒരു ശൈലീവൽകൃതമായ അഭിനയമാണ് കഥകളി അവലംബിച്ചിട്ടുള്ളത് എന്ന കാര്യം തർക്കമില്ല. അതിന് സ്വാഭാവിക പ്രതീതി പ്രേക്ഷകർക്ക് ഉണ്ടാവണം. ചെയ്യുന്നത് ഒട്ടും സ്വാഭാവികമായിട്ടാകരുത് എന്ന നിഷ്കർഷയുമുണ്ട്. അടിമുടി അങ്ങനെയല്ലേ? കഥകളി വേഷം നോക്കൂ, ഒട്ടും സ്വാഭാവികത ആ വേഷത്തിലില്ല. യഥാർത്ഥം അല്ലെങ്കിൽ റിയലിസ്റ്റിക് എന്ന് പറയാവുന്ന ഒന്നും ശരീരത്തിലില്ല. ചെയ്യുന്ന കാര്യങ്ങളിലും അതില്ല. ഒരുതരം ശൈലീവൽകൃതമായ രീതിയിലാണ് ശരീരവിന്യാസവും അതേപോലെ തന്നെ നാട്യവും ഉപയോഗിക്കപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പാമ്പിനെ കണ്ടു ഭയമായി എന്ന് വിചാരിക്കുക. ആ ഭയം നമ്മളിപ്പോൾ അഭിനയിക്കുകയാണെങ്കിൽ ഒരു ഭയം ഉണ്ടാവും. നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഭയം ഒന്ന് കാണിച്ചു നോക്കും. ആ ഭയമല്ല, വെറുതെ ഒന്ന് മുദ്ര കാണിച്ചിട്ട് കണ്ടിണക്കിയിട്ട് ഭയം ഒന്ന് കാണിക്കും. നമ്മളിപ്പോൾ ഒരു പാമ്പിനെ കണ്ട കണ്ണ് എന്നാൽ ഞാൻ കുറച്ച് ഭയക്കുക തന്നെയെന്നുണ്ട്, കണ്ണിങ്ങനെ ഇളക്കാറില്ല. പക്ഷേ ഈ ഇളക്കുന്ന ഈ രൂപം കണ്ടാൽ ഭയമാണ് ഉണ്ടാക്കിയതെന്ന കാര്യത്തിൽ തർക്കം വന്നു. അത്ര കൃത്യമായി ഭയം എന്നുള്ള ഭാവത്തെ സംവദിക്കാൻ ഈ ചലനത്തിനായിട്ടുണ്ടല്ലോ, ഇല്ലേ? ഇപ്പോൾ സങ്കടം എന്ന് കാണിക്കേണ്ടി വരികയാണെങ്കിൽ കരയുകയേ വേണ്ടേ? ഇപ്പോൾ സങ്കടം എന്ന് മുദ്ര കാണിക്കുമ്പോൾ പോലും നോക്കൂ, സങ്കടത്തെ സ്റ്റൈലൈസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു ആവിഷ്കാര രീതി. ഇതൊട്ടും യഥാർത്ഥമല്ല, യഥാതഥവുമല്ല, റിയലിസ്റ്റിക് അല്ല. കാരണം സങ്കടം വരുമ്പോൾ അതിന് ചുണ്ടി ഭാഗം ഇങ്ങനെ ഇളക്കുക പതിവില്ല നിത്യജീവിതത്തിൽ. പക്ഷേ ഈ കാണിക്കുന്നത് ദുഃഖമാണ് എന്ന് പ്രേക്ഷകന് കൃത്യമായി അനുഭവവേദ്യമാവുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന് വിദ്യ. രൗദ്രം എന്ന ഭാവം അഭിനയിക്കേണ്ടി വരുമ്പോൾ കണ്ണിൻ്റെ തടമിളക്കുകയാണ് നടൻ ചെയ്യുന്നത്. ഈ 3 ഉദാഹരണങ്ങൾ കൊണ്ട് വ്യക്തമാണ് അഭിനയത്തിന് ഇതുപോലെ അയഥാർത്ഥമായ ശൈലീവൽകൃതമായ ഒരു പദ്ധതി കേരളീയ അല്ലെങ്കിൽ ഭാരതീയ നൃത്തരൂപങ്ങളിൽ പൊതുവേ ഉള്ളതാണ്. അതൊരു വികസിതമായ രൂപം ആവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് കഥകളിക്ക് എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ രസം അഭിനയിക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവ് നമുക്കാണ് വേണ്ടത്. ഭാവമുണ്ടാക്കുന്നു. ആ ഭാവം അതിൻ്റെ സഞ്ചാരികളായ ഭാവങ്ങളും എല്ലാം ചേർത്ത്, സ്ഥായിയും സഞ്ചാരിയും എല്ലാം ചേർത്ത് അനുഗുണമാകുന്ന ഒരു രസം പ്രേക്ഷകരുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഓരോ രസവും നിർമ്മിക്കുന്നതിന് അതിൻ്റെ സ്ഥായിയായ ഒരു ഭാവം, ആ ഭാവമാണ് നടൻ പ്രധാനമായി ആവിഷ്കരിക്കുന്നത്. അമനു മാശയ്ക്കയുടെ നവരസം അഭിനയിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും, സന്ദർഭം പറഞ്ഞാൽ ഞാൻ ആ ആശയത്തെ അഭിനയിക്കാം, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആസ്വാദ്യമാണെങ്കിൽ രസം ഉണ്ടാവും. ഇപ്പോൾ ശൃംഗാരം എന്നതിൻ്റെ സ്ഥായി ഭാവം രതിയാണ്. ഏതെങ്കിലും വസ്തുവിനോട് ഒരു അഭിരമിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന മനോഭാവമാണ് രതി. ഒരു പൂവാവാം, സുന്ദരിയായ സ്ത്രീയാവാം,
അല്ലെങ്കിൽ പുരുഷനാവാം. ഇതിനോടുള്ള ഈ രതിഭാവം അല്ലെങ്കിൽ ആ പ്രണയഭാവമാണ് ശൃംഗാരം എന്ന രസത്തിന് സ്ഥായിയായി നിൽക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ശൃംഗാരം അഭിനയിക്കേണ്ട സന്ദർഭം വരികയാണെങ്കിൽ ഒരു സന്ദർഭം ഉണ്ടാക്കുക, നമുക്കത് അഭിനയിച്ച് കാണിക്കാം. കഥ നമ്മൾ പറയുകയാണ്, നമ്മളൊക്കെപ്പാടെ കഥ പറഞ്ഞു കൊടുക്കുന്നു, ആദ്യത്തിനത് അഭിനയിക്കുന്നു. മനോഹരമായൊരു ഉദ്യാനത്തിലെത്തി നിൽക്കുന്നു, നിറയെ വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങൾ, ആ പൂവിൽ വണ്ടുകൾ വന്ന് തേൻ കുടിക്കുന്നു. അപ്പോൾ അതിന്നൊരു പൂവ് എടുത്ത് ഇതെൻ്റെ പ്രണയിനിക്ക്, അങ്ങനെയാണല്ലോ അല്ലേ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിക്ക് സമ്മാനിക്കുന്നു എന്ന ആദിത്യൻ മനസ്സിൽ വിചാരിക്കുന്നു. ആ കുട്ടിയെ അടുത്തേക്ക് വിളിക്കുന്നു. അല്പം ലജ്ജയോടൊക്കെ ആയിക്കോട്ടെ, കുട്ടി അടുത്തേക്ക് വരുന്നു, ഈ പൂവ് ചൂടിക്കുന്നു. 5-6 പറിച്ചോട്ടെ പൂവല്ലേ, ഒരു പൂവല്ല, ഒരു 4-5 പുഷ്പങ്ങൾ പറിച്ചെടുത്ത് സന്തോഷത്തോടെ സ്നേഹത്തോടെ, സ്നേഹം ഉണ്ടെങ്കിൽ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ശൃംഗാരം ഉണ്ടാവില്ല. ആ പൂവ് ചെയ്തു നോക്കുന്നേ ഒരു മേളത്തിന്റെ പശ്ചാത്തലത്തിൽ. അതന്നെ നമ്മളത് അഭിനയിച്ച് കാണിക്കാം. അതിന് മാറ്റം വേണ്ടല്ലോ, അതത് മതി. അതാ ഏറ്റവും മനോഹരമായ ഉദ്യാനം കാണുന്നു. ധാരാളം മനോഹരമായ നല്ല പുഷ്പങ്ങൾ നിരന്ന് കാണുന്നു. വിടർന്ന പുഷ്പങ്ങൾ നിറഞ്ഞ് കാണുന്നു.
ഈ പുഷ്പങ്ങളുടെ ഗന്ധം ഏറ്റവും ഏവം തന്നെ വണ്ടുകൾ പുഷ്പങ്ങളിൽ നിന്ന് തേൻ നുകരുന്നു. തേൻ കുടിച്ച് വണ്ടുപോകും. ഈ മനോഹരങ്ങളായ പുഷ്പങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്താൽ അവൾക്ക് സന്തോഷമാവും. കൊടുക്കും. ഈ പുഷ്പങ്ങൾ നീ തലയിൽ ചൂടിയാലും പ്രണയിനി
നിന്നെപ്പോലെ സുന്ദരി വേറെ ഇല്ല. അത് ഞങ്ങൾ പറഞ്ഞ് കഥയിലില്ലാത്തതാണ്. അവസാന ഭാഗം ഞങ്ങൾ എഴുതിയ കഥയിൽ ഉണ്ടായിരുന്നില്ല. രാജാനന്ദനേട്ടൻ പൂർത്തിയാക്കി പറഞ്ഞില്ല, അതിന്റെ പ്രശ്നം അത്. അവൻ പൂർത്തിയാക്കി എന്നുള്ളൂ. അവിടെ നമുക്ക് ഒരുപാട് സമയമില്ല. സമയം അവിടെ തയ്യാറായി അനിയട്ടിന് സൂചന തരുമല്ലോ അല്ലേ. ഞാൻ വേറൊരു സന്ദർഭത്തെ ഇപ്പം ഹാസ്യത്തിൻ്റെ സ്ഥായി ഭാവം ഹാസം തന്നെയാണ്. ചിരി രണ്ട് തരത്തിലാവാം. നമ്മളിവിടെ കടലിലൊക്കെ പഠിപ്പിക്കുന്ന ഹാസ്യത്തിന് പരിഹാസത്തിൻ്റെതാണ് ഭാവം. ആത്മസ്ഥമായും ചിരിയുണ്ട്. ഒരു കോമാളി വേഷം കെട്ടി വന്ന് ബഫൂൺ അല്ലെങ്കിൽ കഥകളിൽ തന്നെ പലപ്പോഴും ഭീരു ഒക്കെ നിർമ്മിക്കുന്ന ഹാസ്യം എന്ന് പറയുന്നത് ചിരിയുടെ ആത്മസ്ഥമായ ഹാസ്യമാണ്. ഇത് പരസ്ഥമാകുമ്പോൾ പരിഹാസത്തിന് ആണ് അഭിനയം പഠിപ്പിക്കുക. ഹാസ്യം എങ്ങനെയാണ് കാണിക്കുക? അത് പരസ്ഥമായ ഹാസ്യമാണ് വാസ്തവത്തിൽ. ഒരു സന്ദർഭം നമുക്കൊന്ന് അഭിനയിച്ചാലോ? ഏറ്റവും ശക്തരായ ആൾക്കാർ പോലും വയ്യ എന്ന് കരുതിയൊരു കാര്യം ചെയ്യാമെന്നേറ്റ് പൊട്ട നീ ചാടി പുറപ്പെട്ടത് എത്രയും ചിത്രം. ആ ചരണം സന്താനഗോപാലൻ കഥയിലാണ്. വിഷ്ടപാധിപനും ശിഷ്ടവത്സലനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സാധ്യമല്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് അതല്ലേ വലിയ ശ്രദ്ധയിൽ, അതല്ല സാധ്യമല്ല, ശ്രദ്ധയിൽ ഇരിക്കുന്നതല്ല. പൊട്ടാതി ചാടിപ്പോ വിഷ്ടപാധിപൻ ശിഷ്ടപാലകൻ വിഷ്ടരശ്രവസ് എന്നോട് ആ വിഷ്ടരശ്രവസ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നോട് ദുഃഖം കേട്ടിളകാഞ്ഞതെന്ത് എന്ന് ഒട്ടും വിചാരിക്കാതെ പൊട്ട നീ ചാടി പുറപ്പെട്ടത് ഏറ്റവും വിചിത്രമായിരിക്കുന്നു. ഈ പരസ്ഥമായ ഹാസ്യത്തിന് അല്ലെങ്കിൽ പരിഹാസത്തിന് ഉദാഹരണമായി നമുക്ക് ഈ പദമൊന്ന് കാണാം. ആശയം മനസ്സിലായല്ലോ? വിഷ്ടപാധിപൻ ലോകനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിഷ്ടപാധികൾ ശിഷ്ടപാലകൻ വിഷ്ടപാധിപൻ ശിഷ്ടപാലകൻ വിഷ്ടപാധിപൻ ശിഷ്ടപാലകൻ വിഷ്ടരാശ്രവസനുടെ ദുഃഖം വിഷ്ടരശ്രവസനുടെ ദുഃഖം കേട്ടിളകാഞ്ഞതന്തേ 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 ഒട്ടും വിചാരിയ എന്തെന്നൊട്ടും വിചാരിയാതെ ഒട്ട നീ ചാടി പുറപ്പെട്ടതെത്രയും ചിത്രം പൊട്ട നീ ചാടി ഉറപ്പെട്ടതെത്രയും ചിത്രം അവിവേകി നീ ബദ നിർണയം അർജുന വീരനിധയേ ഇതുപോലെ മറ്റ് രസങ്ങൾക്കും അനുകൂലമായ സന്ദർഭങ്ങൾ നമുക്ക് പോലും നിർമ്മിച്ചെടുക്കാവുന്നതാണ്. അത്രയൊന്നും സമയം നമുക്ക് ഇതിനു വേണ്ടി ഇവിടെ ഉപയോഗിക്കാനില്ല. കരുണം, സ്ഥായി ഭാവം, ശോകം തന്നെയാണ്. രൗദ്രത്തിൻ്റെ കോപം എല്ലാവർക്കും അറിയാവുന്നതുപോലെ നേരത്തെ കാണിച്ചു നമ്മളൊരു ഉദാഹരണം. ബീഭത്സം എന്ന് ജുഗുപ്സയാണ്. അറപ്പ് എന്ന് കാണിക്കുന്നത് പേശികളുടെ ചലനം കൊണ്ട് തന്നെയാണ് അറപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബീഭത്സം കാണിക്കുന്നത് എങ്ങനെയാണ്? പലപ്പോഴും ആ ജുഗുപ്സ ഏറ്റവും ദുർഗന്ധപൂരിതമായ ഒരവസ്ഥയിൽ എത്തിപ്പെടുകയാണെങ്കിൽ നമ്മുടെ മൂക്കും ഇതുപോലെ ചുളിയും. പക്ഷെ നമ്മൾ ഇത്ര ശക്തമായി ആ രസത്തെ നിഷ്കർഷിക്കാറില്ല എന്ന് മാത്രം. ശാന്തം എന്നത് ഈ ഒരു നിർവേദാവസ്ഥയാണ്.
മറ്റൊരു ഭാവവുമില്ലാതിരിക്കുന്ന ആ ഒരു മൗലികതയെ ശാന്തം തപസ്സിൻ്റെ ഒരു ഭാവം. ഇതാണ് അഭിനയത്തിൽ പൊതുവെ കഥകളി അവലംബിക്കുന്ന ഒരു തന്ത്രം. ഭാവത്തെ ശരീരവൽക്കരിക്കുന്ന അഭിനയ സങ്കേതമാണ് കഥകളി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കുഞ്ചുനാരാശാൻ്റെ പുസ്തകത്തിൽ അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. മുഖം കൊണ്ടല്ല, ശരീരം കൊണ്ടാണ് കഥകളി അഭിനയിക്കുന്നത്. അപ്പോൾ ഈ അഭിനയം എന്നുള്ള ആ പ്രവർത്തനത്തിൽ സമസ്ത ശരീരാംഗങ്ങളും ആ സാകല്യത്തിൽ ഉൾച്ചേരുകയാണ് വേണ്ടത്. ചലനങ്ങളിലും മുദ്രാവിഷ്കാരത്തിലും എല്ലാം ചേർന്നാണ് ഈ അഭിനയം നിർവഹിക്കപ്പെടുന്നത്, മുഖം കൊണ്ട് മാത്രമല്ല എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കഥകളി പാഠമാണ് കുഞ്ചുനാരാശാൻ്റെ ലേഖനത്തിൻ്റെ ആദ്യത്തെ വാക്യമായിട്ട് വന്നിരിക്കുന്നത്. ഈ അഭിനയം കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് മറ്റ് ചില സങ്കേതങ്ങളെക്കുറിച്ചും ആഹാര്യത്തെക്കുറിച്ചുമാണ്. ഇരയിമ്പൻ തമ്പിയുടെ കഥയെ അവലംബിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഡെമോൺസ്ട്രേഷനാകെ ഉദ്ദേശിച്ചത്. തമ്പി കഥകളിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുന്നേ ഉള്ളൂ. വാസ്തവത്തിൽ തമ്പി 1856 മരിക്കുന്നത്. അതിനു മുമ്പ് ഒരു 93 വർഷം അദ്ദേഹം ജീവിച്ചു. ആ കാലഘട്ടം എന്ന് പറയുന്നത് കേരളീയ കലകൾക്കൊക്കെ തന്നെ ഒരു നവോത്ഥാനം കൈവന്ന കാലവുമായിരുന്നു. കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ സദസ്യനായിരുന്നു ഇരയിമ്പൻ തമ്പി. അദ്ദേഹത്തിൻ്റെ കാലത്ത് ചെറുപ്പക്കാരനായ തമ്പി കാർത്തിക തിരുനാളിൻ്റെ ആവശ്യപ്രകാരം ചെറിയ പദങ്ങൾ എഴുതി തുടങ്ങി. കർണാടക സംഗീതത്തെ കേരളത്തിലേക്ക് പറിച്ചു നടുക എന്ന ദൗത്യം ആരംഭിക്കുന്നത് സ്വാതിനാളിൻ്റെ കാലത്തല്ല, കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് എന്ന് കാണാം. മുല്ലമുട്ട് ഭാഗവതന്മാരെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് നിയോഗിച്ചയച്ച് ഇപ്പോൾ മാരാരും പൊതുവാളും പാടുന്ന പാട്ട് ശരിയല്ല, പുതിയ രീതിയിലുള്ള പാട്ടുകളാണ് പാടേണ്ടത് എന്ന് നിഷ്കർഷിക്കുകയും പുതിയ ആലാപന സമ്പ്രദായത്തെ കേരള ക്ഷേത്രങ്ങളിൽ പരിചയപ്പെടുത്തുകയും കൽപ്പിച്ച് എഴുതി തയ്യാറാക്കിയ കൃതികളും തമ്പി കൃതികളും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്തിക്കുകയും ചെയ്തു. അന്ന് മുതൽ കവി എന്ന രീതിയിൽ കൊട്ടാരത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഇരയിമ്പൻ തമ്പിയാണ്. അതിനുശേഷം അശ്വതി തിരുനാളിൻ്റെ കാലഘട്ടം. അശ്വതി തിരുനാളും ആട്ടക്കഥകൾ എഴുതി. അക്കാലത്താണ് അശ്വതി തിരുനാളിൻ്റെ ആവശ്യപ്രകാരം 2 ആട്ടക്കഥകൾ തമ്പി എഴുതുന്നത്. ഉത്തരാസ്വയംവരം, കീചകവധവും തുടർന്ന് ഉത്തരാസ്വയംവരവും. ഈ 2 കഥകൾക്കുള്ള ഏറ്റവും മൗലികമായ സവിശേഷത ഇത്രയേറെ ഈ കേരളീയ കലാപാരമ്പര്യത്തെ നിഷേധിച്ചുകൊണ്ട് വൈദേശികമെന്ന് പറയാവുന്ന തമിഴൻ്റെ പാട്ട് പാരമ്പര്യത്തെ കേരളത്തിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലും ആട്ടക്കഥ എഴുതിയ തമ്പി പലയിടത്തും കേരളീയമായ രാഗങ്ങൾ നിഷ്കർഷയോടെ അതിനകത്ത് ഉൾച്ചേർത്തു എന്നത് തന്നെയാണ്. സംഗീതത്തിൽ അദ്ദേഹത്തിൻ്റെ ആ നല്ല വാഗ്ഗേയകാരനാണ്. ഇന്ന് വരാൻ പോകുന്ന ഇതിലൊരു സാദരം നീ ചൊന്നൊരു മൊഴിയിതു സാധുവല്ല കുമതെ, 2 സ്വരാക്ഷര പ്രയോഗങ്ങളാണ്. ആദ്യത്തെ സ, രണ്ടാമത്തെ സ, രണ്ട് ഷഡ്ജങ്ങൾക്ക് വേണ്ടി ആ സ്വരാക്ഷര പ്രയോഗം വാഗ്ഗേയകാരന്മാർ ചെയ്യുന്ന ആ രീതിയിൽ വാഗ്ഗേയ വൈഭവമുള്ള കവിയായിട്ട് പോലും വാഗ്ഗേയകാരനായിട്ട് പോലും ഹരികാംബൂജി രാഗത്തിൻ്റെ ജന്യങ്ങളായ രാഗങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് തൻ്റെ ആട്ടക്കഥകൾ അദ്ദേഹം എഴുതി എന്നത് ഒരു സവിശേഷത. അതിനേക്കാൾ മൗലികമായ ഒരു സവിശേഷതയാണ് ഗാനമാതൃകകൾ എന്ന രീതിയിൽ തമ്പിയുടെ പദങ്ങൾ പിൽക്കാലത്ത് എല്ലാ ആട്ടക്കഥാകൃത്തുക്കൾക്കും മാർഗദർശകമായി എന്നുള്ളത്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ പാഹിമാം വീര എന്ന പദത്തിൻ്റെ അല്ലെങ്കിൽ സന്താപം അരുതരുതേ ചെന്താമരക്ഷണേ എന്ന പദത്തിൻ്റെ ജയ ജയ നാഗകേതന എന്ന പദത്തിൻ്റെ അതേ മാതൃകയിൽ അതേ കണക്കുകളിൽ എത്ര കൃതികളാണ് പിൽക്കാലത്തുണ്ടായത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത്രയേറെ പിൽക്കാല ആട്ടകഥാകൃത്തുക്കളെ മുഴുവൻ സ്വാധീനിക്കാനുള്ള സർഗവൈഭവം ഇരയിമ്പൻ തമ്പിക്ക് ഉണ്ടായതുപോലെ വാസ്തവത്തിൽ കോട്ടയത്ത് തമ്പുരാന് പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തമ്പിക്ക് ശേഷം വന്ന ആട്ടകഥാകൃത്തുകളൊക്കെ പലതിനും ഏറ്റവും കൂടുതൽ മാതൃകയാക്കിയത് ഇരയിമ്പൻ തമ്പിയാണ്. ഇരയിമ്പൻ തമ്പിയുടെ ഈ പദങ്ങൾക്കുള്ള ആ മാതൃക, ഇപ്പോൾ സാദരം നീ ചൊന്നൊരു മൊഴിയത് എന്നതിൻ്റെ കൃത്യമായൊരു കോപ്പി തന്നെ മാനിനി നീ ചൊന്നൊരു മൊഴിയത് എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അത്രയേറെ തമ്പി കൃതികൾ പിൽക്കാല ആട്ടകഥാകൃത്തുകളെ മുഴുവൻ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് കൗതുകം. അതേപോലെ ഭാഷാപ്രയോഗങ്ങളിലാണ് തമ്പിയുടെ ശ്ലേഷത്തിൻ്റെയും യമകത്തിൻ്റെയൊക്കെ ഒരു മഹാപ്രവാഹം തമ്പിയുടെ രചനകൾ സാധാരണ നിലയിൽ കാണാം. മുൻമീര പത്രവല്ലി എന്ന് ഇന്നലെ ഉത്തരാസ്വയംവരത്തിൽ ദുര്യോധൻ്റെ ആ ശ്ലോകം പോലെ തന്നെ ഉത്തരാസ്വയംവരത്തിൽ തന്നെ പോരിന് വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദ്യം
ഇതൊക്കെ ശങ്കുണ്ണി വാര്യർ പറയും, പണയം വെക്കാം. കയ്യിൽ കാശില്ലാന്നുണ്ടെങ്കിൽ ഇരയമ്മൻ തമ്പിയുടെ ശ്ലോകം ഒരെണ്ണം കയ്യിലുണ്ടായാൽ മതി, ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ സ്വർണം കിട്ടും. അത്ര മൂല്യവത്തായ പദ്യങ്ങൾ, കാവ്യാത്മകമായ രചനകൾ മലയാളത്തിന് സംഭാവന ചെയ്തു. ഭാഷയ്ക്ക്, ആട്ടക്കഥയ്ക്ക് നിലയ്ക്ക് മാത്രമല്ല ഭാഷയ്ക്ക് സംഭാവന ചെയ്ത കവിയാണ് ഇരയമ്മൻ തമ്പി. ഈ തമ്പിയുടെ രണ്ട് കഥകൾ ആദ്യകാലത്ത് എഴുതപ്പെട്ടു. ഏതാണ്ട് അശ്വതി തിരുനാളിനും ശേഷം സ്വാതി തിരുനാളിൻ്റെ കാലം, അതിനിടയിൽ ഒരു റീജൻറ്റ് ലക്ഷ്മിഭായിയുടെ ഭരണകാലം, ഉത്രം തിരുനാൾ വരെയുള്ള കാലഘട്ടത്തിൽ 4 രാജാക്കന്മാരും 2 രാജ്ഞിമാരുടെയും കാലത്ത് ജീവിച്ചു ഇരയമ്മൻ തമ്പി. മലയാളത്തിലെ ആട്ടക്കഥാ സാഹിത്യം ഒന്ന് സമാഹരിച്ച് പുസ്തകമിറക്കുക എന്ന ദൗത്യം ആദ്യമായി അച്ചടിക്കുന്നത് ഇരയമ്മൻ തമ്പി പരിശോധന നടത്തിക്കൊണ്ടാണ് എന്നതാണ് ചരിത്രം. ആദ്യത്തെ സർക്കാർ പ്രസ് അവിടെ ഉത്രം തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂറിൽ സർക്കാർ ഗവൺമെൻറ് ഉടമസ്ഥതയിൽ ഉണ്ടാവുന്നു. ആ പ്രസ്സിൽ ആദ്യം അച്ചടിക്കുന്ന പുസ്തകം ആട്ടക്കഥകളുടെ സമാഹാരമാണ്. അതിൻ്റെ പരിശോധകൻ ഇരയമ്മൻ തമ്പിയായിരുന്നു എന്നതൊക്കെ ഒരു ചരിത്ര നിയോഗമാവാം. അത്രയേറെ ആട്ടക്കഥകളുടെ സംരക്ഷണത്തിന് വേണ്ടി, പരിപോഷണത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ ത്യജിച്ച ഒരു മഹാവ്യക്തി കൂടിയായിരുന്നു തമ്പി. തമ്പി രചനകളുടെ അത്തരം സവിശേഷതകൾ നമുക്ക് ഡെമോൺസ്ട്രേഷനിലൂടെ അവതരിപ്പിക്കാനാവുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആഗ്രഹമുള്ളത്, കുമ്മി എന്ന വാക്ക് കേട്ടാൽ ആർക്കും ഓർമ്മയിൽ ആദ്യം ഓടിയെത്തുക ഉത്തരാസ്വയംവരത്തിലെ കുമ്മിയാണ്. തമ്പിയുടെ ഒരു മികച്ച രചനയായിട്ടുള്ള ആ ഒരു പദം എന്ന രീതിയിൽ മുഴുവൻ മലയാളികളുടെയും നാത്തുമ്പൽ എത്തി നിൽക്കുന്ന ആ കുമ്മിയുടെ കഥകളീയമായ ആവിഷ്കാരം ഒന്ന് കാണിക്കണം എന്നാണ് എൻ്റെ മോഹം. ചെയ്താലോ? അതേപോലെ ദണ്ഡകം എന്ന് പറയുമ്പോൾ ക്ഷോണീന്ദ്ര ഭഗ്നിയുടെ എന്ന കീചകത്തിലെ ദണ്ഡകമാണ്. ആ ദണ്ഡകത്തിൻ്റെ സവിശേഷത വാസ്തവത്തിൽ സാത്വിക ഭാവങ്ങൾ, നേരത്തെ പറഞ്ഞ ഭാവങ്ങളിൽ നിന്ന് വ്യത്യാസമാണ്. സാത്വികം എന്ന് പറഞ്ഞാൽ മനസ്സിന് രൂപപ്പെട്ടതാണ്. അത് മുഖത്ത് അഭിനയിക്കാനാവുന്നതല്ല. ഇപ്പോൾ സ്തംഭം അല്ലെങ്കിൽ സ്വേദം, വേർക്കുക, രോമാഞ്ചം ഉണ്ടാവുക. രോമാഞ്ചം എങ്ങനെയാണ് ഇപ്പോൾ അഭിനയിക്കുക? രോമം എങ്ങനെ എടുത്ത് നിൽക്കുന്നത് നമുക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാനാവുന്നതല്ല. അതേപോലെ സ്വരഭംഗം, വൈവശ്യം, വേപഥു, അശ്രു, കണ്ണുനീര് വരണം, പ്രളയം, ഇത്തരം സാത്വിക ഭാവങ്ങളെ ഒരു ദണ്ഡകത്തിനകത്ത് ഉൾച്ചേർത്തിരിക്കും. ഇതൊക്കെ അതിൽ 8 എണ്ണത്തിൽ മിക്കവാറും എണ്ണം ഏതാണ്ട് ഒരെണ്ണൊക്കെ ഒഴികെ, അങ്ങനെയല്ലേ, ഒന്നൊഴികെയുള്ള മുഴുവൻ ഭാവങ്ങളും അഭിനയിക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കിയിരിക്കുന്നു ക്ഷോണീന്ദ്ര ഭഗ്നിയുടെ എന്നാരംഭിക്കുന്ന കീചകത്തിലെ ദണ്ഡകത്തിൽ. 2 അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ദണ്ഡകം എന്ന രീതിയിൽ ആ രചനയുടെ ഒരു മിടുക്കൊരു ഭാഗത്ത്, ഇത് കേവലമായ ആലാപനത്തിനുള്ളതല്ലെന്നും പ്രയുക്തതയാണ്, പ്രയോഗസാധ്യതയാണ് ഇതിൻ്റെ സാഫല്യം എന്ന തിരിച്ചറിവോടുകൂടി ഇത്തരം ഭാവങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് ആ വരികൾ നിർമ്മിച്ച് നൽകിയ ഇരയമ്മൻ തമ്പിയുടെ ആ വാഗ്ഗേയ വൈഭവം. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ക്ഷോണീന്ദ്ര ഭഗ്നിയുടെ എന്നാരംഭിക്കുന്ന ദണ്ഡകം. നമുക്ക് കുമ്മിക്ക് പകരം ആ ദണ്ഡകമൊന്ന് അഭിനയിച്ചാലും ക്ഷോണീന്ദ്ര ഭഗ്നിയുടെ അർത്ഥത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുന്നുണ്ടോ? ക്ഷോണീന്ദ്ര ഭഗ്നിയുടെ സുദേഷ്ണയുടെ വാക്കുകൾ കേട്ട് എണി വിലോചന നടുങ്ങി, മിഴിയിണ കലങ്ങി, വിവശതയിൽ മുങ്ങി. അർത്ഥം മനസ്സിലാവുകയില്ലോ. പല തടവും അതിനു പുനരവളോട് പറഞ്ഞളവ്. സ്വരഭംഗം വേണമെങ്കിൽ അവിടെ നമുക്ക് ചേർത്ത് വായിക്കാം. ശബ്ദത്തിൽ വരുന്ന മാറ്റം. പരുഷമൊഴി കേട്ട് അടങ്ങി. ദാസ്യം, സമസ്ത ജനഹാസ്യം, എല്ലാവരാലും പരിഹസിക്കപ്പെടുന്ന അവസ്ഥയാണ് ഈ ദാസവൃത്തി ചെയ്യേണ്ടി വരിക എന്നത്. നിനച്ചു, നിജമാസ്യം നമിച്ചു, സ്വന്തം കുരിച്ചു, പുനരേഷ വിജിത സുരയോഷ. വിജിത സുരയോഷ, ദേവസ്ത്രീകളെ പോലും സൗന്ദര്യം കൊണ്ട് ജയിച്ചവളാണ്. വിജിത സുരയോഷ, വിഗത പരിദോഷ, പരിദോഷ, എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടവളുമാണ്. ശ്രമസലില ബഹുലതര നയനജലമതിലൂട്ടനെ മുഴുകി. ശ്രമം കൊണ്ടുണ്ടാകുന്ന സലിലം, വേർപ്പ്, അതോടൊപ്പം തന്നെ അശ്രു, നയനജലം, അതിൽ വേർപ്പിലും കണ്ണുനീരിലും അവൾ മുഴുകി. മലിനതര വേഷ, ഈ വൈവർണ്യം, ആ വേഷം മുഴുവൻ അതുകൊണ്ട് തന്നെ മലിനമാക്കപ്പെട്ടു. ഗാത്രം വിറച്ചതി മാത്രം, ആ വിറ ഇവിടെ വരുന്നു, ശരീരം വിറച്ചു. കരത്തിലൊരു പാത്രം ധരിച്ച് അവിടെ നിന്നു. എങ്ങനെയാണ് പോവുക എന്ന വേവലാതിയോടെ.
പുനരഭി നടന്നു, പരിചുട് നടന്നു, പരിചോട് നടന്നു, പഥി കിമപി നിന്നു, നടന്നു, പക്ഷെ വീണ്ടും പേടിയോടുകൂടി നിന്നു. ഹരിണരി ഹരിണരിപു വരസഹിതരികിലിഹ പോകും ഒരു ഹരിണിയുടെ വിവശത കലർന്നു. ഹരിണരിപു, സിംഹം അല്ലെങ്കിൽ പുലി, ആ പുലി കിടക്കുന്ന മടയിലേക്ക് പോകുന്ന ഒരു മാൻപേടയുടെ വൈവശ്യം, ആ ഭീതി അവൾ അനുഭവിച്ചു. നിശ്വസ്യ ദീർഘം. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും ഈശ്വരാധീനം ഉണ്ടെങ്കിൽ. ആ ഒരു ആശ്വാസത്തോടെ നിശ്വസ്യ ദീർഘം, ഒരു ദീർഘനിശ്വാസം ഉണ്ടാക്കി. വിശ്വസ്യനാഥമഭി വിശ്വസ്യ ചേതസി സുജാത. വിശ്വനാഥൻ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനല്ല എന്നതാണ് കൗതുകരമായ കാര്യം. അവൾ പാഞ്ചാലി അപ്പോൾ സ്മരിക്കുന്നത് സൂര്യദേവനെയാണ്. കാരണം ആ സ്മരണയുടെ ഭാഗമായിട്ട് സൂര്യദേവൻ ഒരു ദൂതനെ കൽപ്പിച്ചയക്കുന്നതൊക്കെ കഥയിൽ തുടർന്ന് വരുന്നുണ്ട്. എല്ലാ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായ വിശ്വനാഥനായ സൂര്യനെയാണ് ആ സമയത്ത് പാഞ്ചാലി മനസ്സിൽ സങ്കല്പിക്കുന്നത്. വിശ്വസ്യനാഥമഭി വിശ്വസ്യ ചേതസി. ആ സൂര്യനെ മനസ്സിൽ വിശ്വസിച്ച് സുജാത സൂതസുതനുടെ മണി നികേതമതിൽ അവൾ ചെന്നു. ഭീതി പരിതാപ പരിഭൂത. ഭീതി കൊണ്ടും ദുഃഖം കൊണ്ടും പരിഭൂതയായ ചുറ്റപ്പെട്ടവളായ അവൾ ആ സുഹൃതസുതനായ കീചകന്റെ ഗൃഹത്തിലേക്ക് ചെന്നു. ഇതാണ് ആശയപരമായി ആ ദണ്ഡകം. നമുക്കൊന്ന് അഭിനയിക്കുന്നത് കാണാം. ക്ഷോണീന്ദ്രപത്നിയുടെ വാണി നിശമ്യ പുന ഏണീ വിലോചന നടുങ്ങി ഏഴേണ കലങ്ങി വിവശതയിൽ മുങ്ങി പലതടവുമതിനു പുന പലതടവുമതിനു പുന അവളോടു പറഞ്ഞളവൂ അവളോടു പറഞ്ഞളവൂ മൊഴി കേട്ടുടൻ അടങ്ങി ദാസ്യം സമസ്ത ജനഹാസ്യം നിനച്ചു നിജമാസ്യം നമിച്ചു പുനരേഷ ജീത സുരയോഷ വിഗത പരിതോഷ ശ്രമസലില ബഹുലതര ശ്രമസലില ബഹുലതര നയന ജലമതിലുടനെ നയന ജലമതിലുടനെ മുഴുകിബത മലിനതര വേഷ ഗാത്രം വിറച്ചിതതി മാത്രം കരത്തിലധ പാത്രം ധരിച്ചവിടെ നിന്നു ചോടു നടന്നു പഥികിമപി നിന്നു ഹരിണരി ഭുവര സഹിത ഹരിണരി ഭുവര സഹിത ദരികിലിക പോകുമൊരു ദരികിലിക പോകുമൊരു ഹരിണിയുടെ വിവശത കലർന്നു നിശ്വസ്യദീർഘമധ വിശ്വസ്യനാദമപി
വിശ്വസ്യ ചേതസി സുജാത ധൃതിരഹിത ചേത ധൃതപുളകജാത സൂതനുടെ സൂതനുടെ മണിനികേതമതിൽ അവൾ ചെന്നു മണിനികേതമതിലവൾ ചെന്നു ഭീതി പരിതാപ പരിഭൂത ഗംഭീരം, നന്നായി ചെയ്തു. ഇതുപോലെ ഈ അഭിനയ മുഹൂർത്തങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള വൈദഗ്ധ്യത്തിന് ശരിക്കും തമ്പി കൃതികളിൽ ധാരാളമായ ഉദാഹരണങ്ങൾ വീണ്ടും കണ്ടെത്താനാവും. ഇപ്പം ദക്ഷയാഗത്തിലെ ആദ്യത്തെ പദമായാലും ഇങ്ങനെ പുരുഷൻ അല്ലെങ്കിൽ ഒരു അച്ഛൻ മകളോട് വാത്സല്യം കാണിക്കുന്നതിൻ്റെ മറ്റ് ഉദാഹരണങ്ങൾ കഥകളിൽ തന്നെ പക്ഷേ ദക്ഷയാഗത്തിലെ ആദ്യ രംഗം പോലെ നമുക്ക് വേറെ കാണാനാവില്ല. ഇതുപോലെ പല ഭാവങ്ങൾക്കും അനുകൂലമായ സന്ദർഭങ്ങൾ തൻ്റെ വരികളിലൂടെ കവി അല്ലെങ്കിൽ ഇരയിമൻ തമ്പി നമുക്ക് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് അതിൻ്റെ സാഹിത്യ മൂല്യമാണ്. ഈ ഡെമോൺസ്ട്രേഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നല്ല പദ്യം തമ്പിയുടെ ശ്ലോകം ആലപിച്ച് കേൾക്കണമെന്നാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. ഗളസീമലസച്ചാരു തുളസീതാമമായാലും അല്ലെങ്കിൽ ശേഷേഷയാനം വിഹകേശയാനം എന്നായാലും ഇങ്ങനെ ധാരാളം യമക ശ്ലേഷ അലങ്കാരങ്ങളുടെ സമൃദ്ധി കൊണ്ട് സമ്പന്നമാക്കിയ ധാരാളം വന്ദന ശ്ലോകങ്ങൾ, ധാരാളം പദ്യങ്ങൾ തമ്പിയുടേതായി ഇന്നും പ്രചാരത്തിലുണ്ട്. താല്പര്യത്തോടെ എല്ലാ ഗായകരും തമ്പിയുടെ ശ്ലോകങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നടക്കാറുമുണ്ട്. ശേഷേഷയാനം എന്ന ശ്ലോകം ആലപിച്ചുകൊണ്ട് നമ്മൾ ഈ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് അവസാനിപ്പിക്കുക. ശേഷേ ശയാനം വിഗഗേശയാനം ഭൂതാരിജാതം ശ്രിതപാരിജാതം ശേഷാലയേശം ശേഷാലയേശം കമലാലയേശം ശ്രീപത്മനാഭം ഭജദഞ്ജന അഞ്ജനാഭം. ഏതെങ്കിലും രീതിയിൽ കഥകളിയിലേക്കൊരു പ്രവേശിക എന്ന രീതിയിൽ ഈ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് സഹായകമായിട്ടുണ്ടെങ്കിൽ സന്തോഷം. വിരസമായി തോന്നിയെങ്കിൽ നിർവ്യാജം മാപ്പ് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.